തിരക്കിനിടയിൽ നമ്മുടെ പ്രേക്ഷകരിലേക്ക് നിവേദ്യത്തിന്റെ ആ സമർപ്പണം എത്തിക്കാൻ പറ്റുമെന്ന് അറിയില്ലെങ്കിൽ നമുക്ക് ഈ പൊങ്കാലയുടെ കുറച്ചുകൂടി നമ്മുടെ പ്രേക്ഷകരിൽ എത്തിക്കണ്ടേ? തീർച്ചയായിട്ടും നമുക്ക് അമ്പലത്തിലേക്ക് പോവാം. ഇപ്പൊ ദേവീക്ഷേത്രത്തിലുള്ള നിവേദ്യം അപ്പുറത്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം ഈ തിരക്കാണല്ലോ, അതിന്റെ തിരക്കാണ്. ഇന്നും നാളെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒന്നും നിൽക്കാൻ പറ്റില്ല. ഇപ്പൊ നിവേദ്യ സമയം ആയതുകൊണ്ടാണ് നമുക്കിവിടെ അമ്പലത്തിന്റെ മുമ്പിൽ ഇങ്ങനെ നിൽക്കാൻ പറ്റുന്നത്. അലങ്കാരമൊക്കെ ഇത് ഓരോരുത്തരുടെ വഴിപാടാണ്. ഇന്ന് അമ്പലം പുഷ്പാലങ്കൃതമാക്കുന്നത് ഇന്ന് ഇവിടുത്തെ നമ്മുടെ ആൽത്തറമൂട് നിവാസികളാണെന്നാണ് എൻ്റെ ഞാൻ നോട്ടീസ് നോക്കില്ല. അങ്ങനെ ഓരോരുത്തരും ഓരോ ദിവസമാണ് നമുക്ക് അമ്പലത്തിൽ ഇങ്ങനെ പുഷ്പാലങ്കാരമാക്കുന്നത്. ഓരോ ദിവസം ഓരോ രീതിയിൽ മാറ്റും. ഇന്ന് രാത്രി തന്നെ ഇത് മാറ്റും. ഇത് മാറ്റിയിട്ട് നാളെ അടുത്ത ഈ ആരാളൊരു വഴിപാട് നടത്തുന്നത്. എനിക്ക് തോന്നുന്നത് ഇത് വിഷ്ണു മാറ്റിന്റെ ആണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. നാരങ്ങ വിളക്ക് പിന്നെ ഇവിടെ ഏറ്റവും വലിയ കാര്യം ഇന്ന് ചുറ്റുവിളക്ക് നമ്മളുണ്ടല്ലോ. ഒരു ചുറ്റുവിളക്ക് നടത്താൻ വേണ്ടി നമ്മൾ മാസങ്ങളോളം കാത്തിരുന്നാലേ നമുക്ക് ഒരു ദിവസം കിട്ടത്തുള്ളൂ. അത്രയും തിരക്കാണ്. കാരണം തെക്കൻ കേരളത്തിൽ എനിക്ക് തോന്നുന്നു ഇത്രയധികം ഭക്തജനങ്ങൾ വന്നു പോകുന്ന മറ്റൊരു ക്ഷേത്രം ഉണ്ടാകില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇവിടെ ഈ ആ തോല് വെച്ചിട്ടുണ്ടല്ലേ, അത് ഈ കണ്ണുപൊടിയില് നമുക്ക് ഓതുന്ന കണ്ടോ, കുട്ടികളെയൊക്കെ കൊണ്ടുവന്നു. ഇപ്പൊ നാളെയൊക്കെ തന്നെ നമുക്ക് ഇതിൽ കൂടുതൽ ആൾക്കാരെ, ഇങ്ങനെയുള്ള ആൾക്കാരെ നമുക്കിവിടെ കാണാൻ കഴിയും. അറിയാം, നിന്നെ അറിയാം. ഞാനിപ്പോ ഞങ്ങൾ തിരക്കിലാണ്, കുറച്ച് കഴിഞ്ഞ് സംസാരിക്കാം. അതെ. ഇവിടെ ഒന്നും ഇന്നിപ്പോ നമ്മൾ സാധാരണഗതിയിൽ ഈ ചൂടിൻ്റെ കൊണ്ടായിരിക്കണം ഇത്രയധികം നമുക്ക് ആ ഓതുന്ന അമ്മയുടെ അടുത്തോട്ട് നിന്ന് കാര്യം പറയാം. കാരണം ഈ മണലും ചൂടായി തുടങ്ങി. ഇവിടെ ഈ ശരീരത്തിലുണ്ടാകുന്ന ക്ഷീണങ്ങൾ, തളർച്ചകൾ, ഈ നാട്ടുഭാഷയിൽ നമ്മൾ പറയില്ലേ, കമ്പയർ എന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ വേണ്ടിയിട്ടാണ് ഈ ചടങ്ങ് ഇങ്ങനെ ചെയ്യുന്നത്. ഒരു വിശ്വാസത്തിന്റെ ഭാഗമാണ്, ഓരോരുത്തരുടെ വിശ്വാസത്തിന്റെ ഭാഗമാണ്. വിശ്വസിക്കുന്നവർക്ക് അതിന്റെ ഫലം ഉണ്ടാകാൻ സാധ്യതയുണ്ടാകും അല്ലേ? നമുക്കൊരു കാര്യം ചെയ്യാം. നിവേദ്യ സമയം എന്നൊക്കെ ഇവിടെ പറയുന്നത് ഏകദേശം സമയം എടുത്തുകൊണ്ടിരിക്കുകയാണ്. നമുക്കല്പം ഇവിടുത്തെ ഉത്സവത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറഞ്ഞാൽ, ഇവിടെ നമ്മൾ കടക്കക്കാർ ഞങ്ങൾ പണ്ട് മുതലേ പറഞ്ഞു കേട്ട അറിവെന്ന് പറഞ്ഞാൽ വിരി എന്നാണ്. വിരി എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ സ്റ്റാളാണ്. നമുക്ക് ആ സ്റ്റാളുകളിലേക്ക് കൊണ്ടുപോയി നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി അർജുൻ, നമുക്ക് വേറെ കാര്യം പറയല്ലേ, നമ്മൾ പല സ്ഥലത്ത് പോയിട്ട് നമുക്ക് വാങ്ങാൻ പറ്റാത്ത ചില സാധനങ്ങൾ ഒരുപക്ഷെ നമ്മൾ അവിടെ ചെല്ലുമ്പോൾ നമ്മുടെ കാശ് കാണത്തില്ല. ഒരുപക്ഷെ നമുക്ക് സമയം കിട്ടത്തില്ല. ഒരുപക്ഷെ നമ്മൾ ആഗ്രഹിച്ച മോഡലുള്ള സാധനം ആയിരിക്കില്ല. പക്ഷെ ഇന്നിപ്പോൾ തുടങ്ങുന്നേ ഉള്ളൂ. പക്ഷെ കടക്കെത്തി വാതിലേക്ക് നമ്മൾ ആഗ്രഹിച്ച ഏത് സാധനം വാങ്ങണമെങ്കിലും ഇവിടെ വന്നാൽ ഈ സ്റ്റാളുകളൊക്കെ ഒരുങ്ങുന്നതാണ്. കണ്ടില്ലേ, ഇതൊരു ചെറിയൊരു വിരിയാണ്. എങ്കിലും ഇവിടെ അത്യാവശ്യം നമ്മൾ വാങ്ങിക്കേണ്ട ഏതെങ്കിലും സാധനം, അർജുൻ ആഗ്രഹിച്ച സാധനങ്ങളുണ്ട്. അതുകൊണ്ട് ഈ കീ ചെയിനൊക്കെ കണ്ടില്ലേ, വളരെ വിലക്കുറവാണെന്ന്. ഈ കീ ചെയിനൊക്കെ നമുക്ക് വാങ്ങി പോകാൻ കഴിയും. നമ്മളെ പറഞ്ഞില്ലേ, ഈ കാണുന്ന ഏതെങ്കിലും ഈ കീ ചെയിനുകൾ, ഇതുപോലുള്ള മാലകൾ, ഇതുപോലുള്ള സാധനങ്ങളൊക്കെ നമ്മൾ എവിടേക്കെങ്കിലും പോയിട്ട് മേടിക്കാൻ ഒരുപക്ഷെ നമുക്ക് സമ്പത്തോ അല്ലെങ്കിൽ ഒരുപക്ഷെ നമുക്ക് സമയം കിട്ടിയില്ലെങ്കിൽ അവർക്ക് അങ്ങനെയുള്ള സാധനം വാങ്ങിക്കാൻ അവർ വേറെ അങ്ങും പോകണ്ട. ഈ കുംഭമാസത്തിലെ തിരുവാതിര നാൾ ഒന്ന് പ്രതീക്ഷിച്ചിരുന്നാൽ മതി. എല്ലാ സാധനവും കിട്ടുന്നത്. ഇതാണ് അടുത്തൊരു ഈ സ്റ്റാളിന്റെ കണ്ടില്ലേ, ഇത് നമ്മുടെ പണിയായുധങ്ങളാണ്. ഇത് മൺവെട്ടി, കുണ്ടാലി, ഇങ്ങനെയുള്ള സാധനങ്ങൾ. ശരിക്കും ഈ കൃഷി കടക്കലിന്റെ ചരിത്രത്തിൽ കാർഷിക മേഖല കൂടിയാണ് കടക്കൽ. പണ്ട് മലഞ്ചരക്ക് വ്യാപാരം ഏറ്റവും കൂടുതൽ കൊല്ലത്ത് നടന്ന കൊല്ലം ജില്ലയുടെ ഒരു പ്രദേശമാണ് കടക്കൽ ചന്ത. കടക്കൽ ചന്തയിലെ ഈ മലഞ്ചരക്കുകൾ ഇന്നും സുലഭമാണ്.
അവിടെ കടയ്ക്കൽ ചന്തയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ 10 മണിക്ക് വന്നൊരു സാധനം വാങ്ങാന്ന് പറഞ്ഞാൽ നടക്കത്തില്ല. വെളുപ്പിന് ഒരു ഏകദേശം ഒരു 3 മണിയോടുകൂടി മലഞ്ചരക്ക് വ്യാപാരത്തിൻ്റെ കാര്യങ്ങൾ തുടങ്ങും. വെറ്റയുണ്ട്, പാക്കുണ്ട്, ചുക്കുണ്ട്, ഇഞ്ചിയുണ്ട്, അങ്ങനെ ഒത്തിരി സാധനങ്ങൾ. പിന്നെ അതിന് മത്സ്യമാംസാദികൾ മേടിക്കാനേ നമുക്ക് ഒരു 10 മണി കഴിഞ്ഞിട്ട്. രാഷ്ട്രീയപരമായിട്ടും വലിയ ചരിത്രമുള്ള സ്ഥലമാണ് ഇത്. കാർഷിക വിപ്ലവം നടന്ന സ്ഥലമാണ്. അതായത് പണ്ട് സബ്സിഡിയുടെ ഭരണകാലത്ത് കടയ്ക്കൽ ചന്തയിൽ കരം അല്ലെങ്കിൽ നികുതി ഭയങ്കര അധികമായിട്ട് സബ്സിഡിയുടെ ഭരണകൂടം ഈടാക്കി കർഷകരിൽ നിന്നും. അങ്ങനെ ഇരുന്നപ്പോൾ കടയ്ക്കലുള്ള 2 പേര്, അതായത് ഫ്രാങ്കോ രാഘവൻപിള്ള, അതായത് അദ്ദേഹത്തെ പിന്നീട് കാലഘട്ടത്തിൽ അറിയപ്പെട്ടത് കടയ്ക്കൽ രാജാവെന്നാണ്. അദ്ദേഹത്തിൻ്റെ ഒരു തൊഴിലാളി, അദ്ദേഹത്തിൻ്റെ ഒരു ജീവനക്കാരൻ എന്ന് പറയുന്ന ചന്ദ്രൻ കാളിയമ്പി, അദ്ദേഹം ഇവർ 2 പേരും കോട്ടപ്പുറവും വടക്കേ വയലും. അതായത് വടക്കേ വയൽ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലത്തു നിന്ന് ഏകദേശം ഒരു 200 മീറ്ററാണ് കോട്ടപ്പുറം, ഒരു 150 മീറ്ററാണ് ഈ വടക്കേ വയൽ. അവർ 2 പേരും കൂടെ തീരുമാനം എടുക്കുകയും അവർ 2 പേരും കൂടി ചന്തക്കരം കൊടുക്കാതെ ചന്തയ്ക്ക് വെളിയിൽ വെച്ച് ഈ കച്ചവടം നടത്തി. അങ്ങനെ സബ്സിഡിയുമായിട്ടുള്ള അവർ പോലീസുമായിട്ടുള്ള വലിയൊരു വഴക്കിലേക്കൊക്കെ പോവുകയും വെള്ളാറവട്ടം എന്ന് പറയുന്ന സ്ഥലത്തെ നമ്മുടെ കണുവൈദ്യരടക്കമുള്ള ബഹുമാന്യനായ അദ്ദേഹം അടക്കമുള്ളവർ, നമ്മുടെ അന്തരിച്ചുപോയ ശിഷ്യനായ കടയ്ക്കലിൻ്റെ പ്രിയങ്കരനായ ഡോക്ടർ കെ ശ്രീനിവാസൻ അവരുടെ കുടുംബവും ഒക്കെ തന്നെ ഈ സമരത്തിൽ പങ്കെടുക്കുകയും അതാണ് പിന്നീട് വളർന്ന കടയ്ക്കൽ വിപ്ലവം അല്ലെങ്കിൽ കടയ്ക്കൽ സ്വാതന്ത്ര്യം. അത് കാർഷിക വിപ്ലവമായിരുന്നു യഥാർത്ഥത്തിൽ. ആ കാർഷിക വിപ്ലവം സ്വാതന്ത്ര്യത്തോടു കൂടി ഉള്ള സ്വതന്ത്രമായ ഒരു ചിന്താഗതിയോട് നടന്നുകൊണ്ടാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ചരിത്ര ഏടുകളിൽ അത് ആലേഖനം ചെയ്യും. ഈ ചരിത്രം പലർക്കും അറിയില്ല. അല്ലെങ്കിൽ അതാണ്, കടയ്ക്കലിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ അറിയാനുണ്ട്. വിപ്ലവ ഭൂമി എന്ന് പറയുന്നത് തന്നെ ഈ ഒരു സമരവുമായി ബന്ധപ്പെട്ടാണ്. പിന്നീട് നമ്മൾ അറിയപ്പെടുന്നത് അത് കഴിഞ്ഞാൽ പിന്നെ കടയ്ക്കക്കാരൻ ഞങ്ങൾ അറിയപ്പെടുന്നത് എങ്ങനെയാണെന്ന് അറിയോ? കടയ്ക്കൽ ദേവീക്ഷേത്രവുമായി ബന്ധപ്പെട്ടാണ്. ആചാരാനുഷ്ഠാനങ്ങളോടും വിശ്വാസത്തോടും ഓർത്തുമങ്ങി പോകുന്ന നമ്മുടെ ഈ ക്ഷേത്രം ഇത് കണ്ടില്ലേ, ഇത് തന്നെ ഈ സ്റ്റാളിൽ ഇതൊക്കെ നമുക്ക് ഒരുപക്ഷെ ഈ സാധനങ്ങൾ പലപ്പോഴും നമ്മൾക്ക് പോയി പല സ്ഥലങ്ങളിൽ നിന്ന് കണ്ടിട്ട് നമുക്ക് മേടിക്കാൻ പറ്റാതെ വരുന്ന സാധനങ്ങൾ ഇവിടെ വന്നാൽ ഇതെല്ലാം ഓക്കെയാണ്. കേട്ടോ ചേട്ടാ, എങ്ങനെയൊക്കെയാണ് ഇതിന്റെ വിലകളൊക്കെ? വിലയെല്ലാം കുറവാന്നല്ല, വില 200, 150, ഓരോ ഐറ്റത്തിന് ഓരോരോ വിലകളാണ്. ചെറിയ അമ്പത്തിയാകുമ്പോൾ 100 രൂപ, 150 രൂപ, അരിവാളാണ് 50 രൂപ, ഇങ്ങനെയൊക്കെയുള്ള വിലയുണ്ട്. ഈ വർഷം തുടങ്ങിയതേ ഉള്ളൂ അല്ലേ? ഇന്ന് തുടക്കമായി. ഇന്നല്ലേ എല്ലാത്തിനും തുടക്കം. ജോലിച്ചെല്ലാം തീർന്നേ ഉള്ളൂ. അപ്പൊ ഉദ്ഘാടന കച്ചവടമൊക്കെ നടന്നോ? കൈനീട്ടം എന്ന് പറയും, കൈനീട്ടം വിറ്റു. ഓക്കെ, തീർച്ചയായും ഞങ്ങളുടെ പിന്തുണ ഉണ്ടാവും. ഞങ്ങൾ 16 ഇനിയുള്ള ബാക്കിയുള്ള എല്ലാ ദിവസങ്ങളും സാക്ഷി TV അതിന്റെ പ്രവർത്തകരും ഇവിടെ തന്നെ ഉണ്ട്. എന്താവശ്യം ഉണ്ടെങ്കിലും എന്ത് പിന്തുണയും ഞങ്ങൾ കൂടെ ഉണ്ട് കേട്ടോ. അപ്പൊ ഇതൊക്കെ അർജുൻ കണ്ടില്ലേ, ഇതിന്റെ ചേട്ടാ ഇതെല്ലാം ഇരുമ്പിന്റെ പാത്രങ്ങളാണ്. അല്ല, ഇതിന്റെ പേര് പറയൂല്ലോ? ഇരുമ്പിന്റെ ദോശക്കല്ല്, വലിയ ദോശക്കല്ല്. ഇരുമ്പാണ്, നോസ്റ്റിക് അല്ല. അല്ല, ഇരുമ്പാണ്. എല്ലാം ഇരുമ്പിന്റെ സാധനങ്ങൾ മാത്രമേ ഉള്ളൂ. എണ്ണ ഉപയോഗിക്കാം, അല്ലാതെ ഉള്ള സാധനം. ഇത് ഉണ്ണിയപ്പം ഉണ്ടാക്കുന്ന അതല്ല ഇരുമ്പിന്റെ ആണല്ലേ? എല്ലാ ഇരുമ്പാണ് സാധനങ്ങൾ. അതെ, ഈ എണ്ണ വരുത്താത്ത ഇങ്ങനെ പറയുന്ന പേരെന്തല്ലോ? നോസ്റ്റിക്കിന്റെ പാത്രം. നോസ്റ്റിക്കിന്റെ പാത്രം. ഓക്കെ, അസുഖം ഉണ്ടാകുന്ന സാധനം നടുവിളായി കഴിഞ്ഞാൽ ഉപയോഗിക്കാൻ പറ്റത്തില്ല. ഇതാകുമ്പോ ഒരു കംപ്ലൈന്റും ഇല്ല, ആർക്കും ഉപയോഗിക്കാം. ഓക്കെ, ഓക്കെ. ഇതാണ് അർജുൻ കടയ്ക്കൽ തിരുവാതിരയുടെ പ്രത്യേകത. ഇവിടെ ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ പോയി കണ്ടിട്ട് നമുക്ക് മേടിക്കാൻ പറ്റാത്ത സാധനങ്ങൾ എന്തുണ്ടെങ്കിലും നമുക്കിവിടെ വന്നാൽ നമുക്ക് കിട്ടും. നല്ല ഇതാണ് നമുക്കൊരു ചെറിയൊരു പലഹാരക്കട ചെറുതല്ല, വലുതാണ്. പക്ഷേ എങ്കിലും നമ്മൾ ചെറുതെന്ന് പറഞ്ഞു കൊടുക്കണേ. ഇത് കണ്ടല്ലേ ചേട്ടാ, ഞങ്ങളുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഇതൊന്ന് പരിചയപ്പെടുത്താമോ ഈ സാധനങ്ങളൊക്കെ? അവരൊക്കെ മംഗലത്ത് ഇതിന്റെ കുറെയൊക്കെ കണ്ടിരുന്നു. ചടയമംഗലത്ത് മോശമൊന്നും അല്ല, ഇതിന്റെ കുറച്ച് സ്റ്റാളുകൾ അവിടെ ഉണ്ടായിരുന്നു. ചടയമംഗലത്തിന്റെ കുറച്ച് കാര്യങ്ങളെ വരത്തുള്ളൂ. ഇതെന്ന് പറഞ്ഞാൽ ഇതിപ്പോ ഇന്ന് തുടക്കമല്ലേ, സ്റ്റാളെല്ലാം പണിഞ്ഞ് ഇത് ഒരിക്കൽ കൂടി ആവർത്തിക്കാൻ ഞങ്ങൾ കടക്കാർ പറയുന്നത് വിധിയെന്നാണ്. ചേട്ടാ, ഒന്ന് പരിചയപ്പെടുത്താമോ നമ്മുടെ ഈ സാധനങ്ങളൊക്കെ ഞങ്ങളുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട്? ഈ മൈക്കെന്ന് വെച്ചു കയ്യിൽ വെച്ച് പറഞ്ഞു. ഞാൻ അങ്ങേയറ്റത്തൊന്ന് വരാം. നമുക്ക് പേരൊക്കെ ഇതെന്താ, ഇതിന്റെ പേരെന്താ? ഇത് പേരെനിക്കാനാണ് കറക്റ്റ് എല്ലാ വറവായിട്ടുമാണ് സംഭവം. ഇത് മധുരമുള്ളതാണോ?
ഇത് ഇങ്ങോട്ട് നോക്ക്. ഇത് മധുരമുള്ളതാണോ? മൈക്ക് അടുത്തോട്ട് പിടിച്ചോ. മധുരമുള്ളതാണ് മധുരമുള്ള ഇത് മധുരമുള്ളതാണല്ലേ? അത് മധുരമുള്ളതാണ്. ഇതെല്ലാം മധുരമുള്ള മധുരമുള്ള ഇതാണ്. ഇത് മധുരമില്ല. ഇത് മധുരമില്ല. ഇത് മധുരമില്ല. ഇത് മുതൽ ഇങ്ങോട്ട് ഇതെല്ലാം കൂടെ ഉള്ളല്ലേ? ഇതെങ്ങനെ എല്ലാം കൂടെ ഉള്ളത് അത് 100 രൂപ. 100 ഒരു പാക്കറ്റ്. ഒരു പാക്കറ്റ്. നിങ്ങൾ എവിടെ നിന്നാ? കോഴിക്കോട് നിന്നാണോ? അല്ലല്ല, ഞങ്ങൾ കൊടുങ്ങല്ലൂര്. കൊടുങ്ങല്ലൂര് നിങ്ങൾ സ്ഥിരമായി കടയ്ക്ക് തിരുവാരിക്ക് വരാറുണ്ടോ? ഉണ്ടല്ലേ? ഞാൻ ചോദിച്ചത് കാരണമുണ്ട്. ചേട്ടന് ഇതിനേക്കാൾ ഇത്തിരി കൂടെ പ്രായം കുറഞ്ഞ് ഞാൻ കണ്ടിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ ചോദിച്ചത്. അപ്പൊ ഇത് ആ മുകളിലിരിക്കുന്ന മൊത്തം ആ സാധനങ്ങൾ എന്താണ്? ഇതെല്ലാം ഈ ഇരിക്കുന്ന ഐറ്റംസ് ആണ്. ഇത് തീരുന്നതനുസരിച്ച് ഓരോ പാക്കറ്റ് പൊട്ടിച്ചു. അത് പൊരി അത് പൊരി 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 അത് 50 രൂപ പാക്കറ്റ്. ആദ്യമായിട്ടൊന്നും മിക്സ് ചെയ്യുന്ന സാധനമല്ല അല്ലേ? അല്ലല്ല. ഇതെല്ലാം നേച്ചറൽ ആണല്ലോ. ഞങ്ങളുടെ പ്രേക്ഷകർ വന്ന് വാങ്ങിച്ച് അവർക്ക് ഇത്തിരിയൊക്കെ വില കുറച്ച് കൊടുക്കണം കേട്ടോ. ഉത്സവമല്ലേ? ഞങ്ങള് ഇത് 50 രൂപ ചോളപ്പൊരി പോപ്കോൺ. അല്ല, ഇത് പണ്ട് ഞങ്ങളുടെ കുട്ടിനാൾ ഉത്സവത്തിന് വന്നിരിക്കുമ്പോ ഇത് 10 രൂപയ്ക്ക് ഇത് ഞങ്ങളുടെ പ്രേക്ഷകരെ ശശി ടിവിയുടെ പ്രേക്ഷകർ വന്ന് അപ്പൊ ഞങ്ങളുടെ പ്രേക്ഷകർക്കൊക്കെ നിങ്ങൾ ഈ കടുംബരം പിടിക്കാതൊക്കെ ഉത്സവമല്ലേ, കുറച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം കേട്ടോ. എല്ലാവിധ ആശംസകളും ഞങ്ങൾ ബാക്കിയുള്ള എല്ലാ ദിവസങ്ങളും ഉണ്ടാവും. ഇന്ന് മുതൽ എല്ലാ ദിവസവും ഞങ്ങളുടെ പ്രതികൾ ഓരോരുത്തരും എല്ലാവരും ദൈവം സഹായിക്കട്ടെ. ഇതാണ് അർജുൻ. ഇതുപോലെ ഈ ബജി കച്ചവടക്കാരുണ്ടല്ലോ, ഇവര് യഥാർത്ഥത്തിൽ ഇവിടെ വന്നിട്ട് മോനെ കഴിച്ചോ ഈ കഴിക്കുന്നൊക്കെ ഒന്ന് കാണട്ടെ, ഞങ്ങൾ ചാനൽ കാണട്ടെ. ഇവിടെ ഈ ബജി കച്ചവടക്കാരുണ്ടല്ലോ, ഇവര് നേച്ചുറലാണ് ഈ സാധനം. നമ്മൾ ഫ്രഷായിട്ടാണ്, മറ്റുള്ളവർക്ക് പല രീതിയിലൂടെ ചെയ്യാൻ പറ്റില്ല. ഇവിടെ അങ്ങനെ ചെയ്ത് ചെയ്യാൻ പറ്റില്ല. നേച്ചർ ബജിയിലെ മുളക് ഐറ്റങ്ങൾ, ഈ സാധനങ്ങളെല്ലാം തന്നെ നമ്മൾ അമ്പലത്തിൽ എവിടെയാണല്ലേ ചെരുപ്പ് ഉപേക്ഷിച്ചത്, മറന്നു പോകരുത്. ഇതിപ്പോൾ നമ്മൾ കുറച്ചേയുള്ളൂ, നമ്മൾ അപ്പുറത്തോട്ട് പോയില്ല. അപ്പുറത്തോട്ടുണ്ട് കരിമ്പിൻ ജ്യൂസ്, അതുപോലെ തന്നെ ഇത് നമ്മുടെ കൊല്ലക്കാരാണെന്ന് എഴുതി വെച്ചേക്കണേ, കൊല്ലം പ്രദേശം എന്നാണ്. ബാംഗ്ലൂർ മുളക് ബജ്ജി ഉള്ളതാണോ കള്ളമാണോ? അവരോട് തന്നെ ചോദിക്കാം. ചേട്ടാ, ബജിയൊക്കെ എങ്ങനെ വില? പറഞ്ഞു ബജി എങ്ങനെയാ? സെറ്റ് 30 രൂപ. നിങ്ങൾ കൊല്ലക്കാരാണോ? തമിഴ്നാട്. നിങ്ങൾ ഈ കൊല്ലം പ്രദേശത്ത് മലയാളി കൊല്ലമാണ്. മലയാളി ഉണ്ടോ സ്ഥലത്ത്? തമിഴ്നാട്. ഞങ്ങളെ സാക്ഷി ടി വി എന്നാണ്. ഞങ്ങളുടെ പ്രേക്ഷകരൊക്കെ വന്ന് മേടിക്കുമ്പോ 30 രൂപ എന്നുള്ളതേ പ്രേക്ഷകരൊക്കെ അധ്യക്ഷത്തൊക്കെ നിങ്ങൾക്കും നമുക്കും കേടില്ലാത്ത വീട്ടിലൊക്കെ പോവാം. സൂപ്പർ മതിയല്ലേ? കൊല്ലത്തുള്ളവര് വന്നു. അതെ, നമ്മുടെ ഹെൽത്തിലെ ഉദ്യോഗസ്ഥരാണ് നമ്മൾ തൊട്ടപ്പുറത്ത് നിന്നിരുന്നത്. അവര് അത് പരിശോധന, അത് സ്വാഭാവികമായി തുറന്നു വിൽക്കുന്നതാണല്ലോ. അപ്പൊ അതിന് കൃത്യമായിട്ട് സ്റ്റാൻഡേർഡ്സ് കീപ്പ് ചെയ്യുന്നുണ്ടോ ഇല്ലെന്ന് അവര് നോക്കിയിട്ടല്ലേ അവർക്കത് ചെയ്യാനായിട്ട് സാധിക്കും. തീർച്ചയായിട്ടും അത് ഈ ഹെൽത്തുകാർക്കൊക്കെ അവിടെ നമ്മൾ കണ്ടേ, നമ്മളെ മീഡിയ സെന്ററിൽ ഇരുന്നില്ലേ, നമ്മൾ ആ ഇരുന്ന് നമ്മുടെ വിശ്രമ മുറിക്ക് തൊട്ടപ്പുറത്തായിട്ട് ഹെൽത്തിന് പ്രത്യേക ഇതുണ്ട്. ഇതാണ് കേട്ടോ പരമ്പരാഗതമായ സാധനങ്ങൾ. ഇതൊന്നും ഇപ്പൊ നമുക്ക് കിട്ടത്തില്ല. ഞാൻ പറഞ്ഞില്ലേ അർജുൻ, നമ്മൾ ഈ ആഗ്രഹിച്ച സാധനങ്ങൾ മേടിക്കാൻ പോയാൽ ഒരു പക്ഷേ നമുക്ക് ആ സമയത്ത് ഇതില്ല. അമ്മേ, പട്ടിയും കുട്ടയൊക്കെ എത്ര രൂപ ഇപ്പൊ വിൽക്കുന്നേ? പിടിച്ചോ, ഇത് പിടിച്ചോ, ഈ ബൈക്ക് പിടിച്ചോ. എങ്ങനെ പൂക്കുട്ട 100 രൂപ. അമ്പലത്തിലെ നിറവറക്കുട്ട അത് 75. അത് പടുക്കാക്കുട്ട അത് 100 രൂപ. പിന്നെ നമ്മളെ ഇത് ഈ പണ്ട് ചോറ് വാർക്കുന്ന സാധനമാണല്ലോ അരിവാല. പണ്ട് ചോറ് വാർത്ത കാണിച്ചു അരിവാല. ഇതൊന്നും ഇപ്പൊ ഇല്ല അർജുൻ. ഇതിന് പോലെ കണ്ണാപ്പ അല്ലേ? കണ്ണാപ്പയാണ് ഇതിന് പോലെ ഉപയോഗിക്കുന്നത്. അപ്പൊ പൂക്കുട്ട ഈ വട്ടിയൊക്കെ പല സൈസുണ്ട്, പല വരയ്ക്കുണ്ട്. അമ്മക്ക് ഇത് 100 രൂപയ്ക്കൊക്കെ മുതലാവോ? 100 രൂപ ഞങ്ങൾ വാങ്ങിക്കുന്ന 10 രൂപ കുറച്ച് കിട്ടുമ്പോഴത്തേക്ക് 10 രൂപ നമ്മൾ അധികം കൂട്ടി കൊടുക്കും. അമ്മ ഈ നേച്ചുറലായിട്ട് അമ്മ കൊണ്ടുവരുന്നതാണോ? ആരെങ്കിലും അല്ല, ഞങ്ങൾ
ഡിപ്പോയിന്ന് വാങ്ങിക്കുന്നത്. എവിടെ പോയി? ഡിപ്പോയിന്ന് വാങ്ങിക്കുന്ന പെരപ്പങ്കോട്. പെരപ്പങ്കോട്. ചെറുപ്പം കൊടുക്കുന്നു. ഓ പുറത്തുപ്പല ഉണ്ടല്ലോ ഇതിന്റെ ഡിപ്പോ. പാസില്ല. പാസ് ഡിപ്പോ ഇല്ല അല്ലേ? ഇപ്പൊ അവിടെ പാസില്ല. പാസില്ലെങ്കിൽ ബുദ്ധിമുട്ടാണ്. പുന്നമൺ വയലില്ലേ? പുന്നമൺ വയലില് അതെ. അവിടെ ആ കേന്ദ്രത്തിൽ ഈ സാധനം ഉണ്ടായിരുന്നു. പാസ്സുള്ളവർക്കേ പറ്റൂ. ആ പാസ്സുള്ളവർക്കേ പറ്റുള്ളൂ അല്ലേ? അല്ല ഞാൻ പോയി കണ്ടിട്ടുണ്ട്, ഇത് നെയ്യ് കണ്ടിട്ടുണ്ട്, അതുകൊണ്ട് ചോദിച്ചതാണ്. അമ്മ തന്നെ നെയ്യുന്നാണോ ഇത്? ആ നെയ്യുന്നത്. അവിടെ വന്ന് ഇതാണോ അതോ? അല്ലല്ല, വീട്ടിൽ നിന്ന് പണിഞ്ഞ് കൊണ്ടുവന്നതാ. വീട്ടിൽ നിന്ന് നെയ്ത് കൊണ്ടുവന്നേ? ആ. അതെ. ഇനി ഇപ്പൊ ഇതൊക്കെ ഇന്നും നാളായിട്ടൊക്കെ ഈ സാധനം ഇതൊക്കെ സ്റ്റീലിലെ സാധനങ്ങളാണ് ഉപയോഗിക്കുന്നത്. കണ്ടോട്ടോ, ഇതൊക്കെ നമ്മുടെ വീട്ടിൽ ഇത് തിരുവ എന്ന് പറയല്ലേ? തിരുവ കലം വെക്കാൻ. ഇത് അമ്മ ഇത് എന്തുകൊണ്ടാ അത് ഈറ്റയാണോ? ആ, ഈറ്റയുടെ പുറന്തോടാണോ? ആ പറഞ്ഞു. അത് കട്ടി കുറച്ചെടുക്കും. കട്ടി കുറച്ചെടുക്കും. നമ്മുടെയൊക്കെ വീടുകളിൽ നിന്ന് അന്യം നിന്ന സാധനങ്ങളാണ് ഇതൊക്കെ. ഇതൊക്കെ കാണുന്ന രാജ്യം ആദ്യം ഇത് കണ്ടിട്ടുണ്ടോ? വീട്ടിൽ കണ്ടിട്ടുണ്ടോ? എപ്പോഴൊക്കെയോ ഈ വിറകൊക്കെ കൊണ്ടു അല്ലല്ല, കലം വെക്കുന്നതാ. ഇത് നമ്മുടെ ഇരുമ്പിന്റെ ഞാൻ ഇത് അതിന് പകരം സ്റ്റീലുണ്ട്, ഇരുമ്പൊന്നുമല്ല. ഇത് പണ്ട് എന്റെ കുഞ്ഞുനാളിലൊക്കെ എനിക്ക് 5-6 വയസ്സുള്ളപ്പോ നമ്മുടെ മൺകലത്തിലല്ലേ നമ്മുടെ വീട്ടിൽ ചോറ് വെക്കുന്നത്. ചോറ് വെച്ചിട്ട് മൺചട്ടിയിലല്ലേ മീൻകറി വെക്കുന്നത്. മറ്റുള്ള കറികളെല്ലാം ചൂട് സാധനങ്ങളെല്ലാം ഇതിനകത്ത് ഇത് വെക്കും. ഇതങ്ങ് കരി പിടിച്ച് കരിവാളിച്ച് ഇതിന്റെ കളർ നിറമൊക്കെ ഇതിന്റെ സൗന്ദര്യമൊക്കെ അങ്ങ് പോകും ഒരു 2-3 ദിവസം കൊണ്ട്. ഇവൻ ഇങ്ങനെ ഇരിക്കുന്ന സൗന്ദര്യമൊന്നും അല്ല വീട്ടിൽ. ഇതൊക്കെ കാണാൻ തന്നെ ഒരു അവസരം, അത് വലിയ ഭാഗ്യമാണ്. ഇത് എല്ലാവിധ ആശംസകളും, സാക്ഷി ടിവിയിലെ എല്ലാവിധ അഭിനന്ദനങ്ങളും. ഞങ്ങള് കാണാമേ, ഞങ്ങളിവിടെ ഉണ്ടാവും ഉത്സവം തിരുന്നവരെ. ഇതാണ് അർജുൻ ഞാൻ പറഞ്ഞത്, നമ്മൾ ആഗ്രഹിക്കുന്ന സാധനങ്ങൾ, നമ്മൾ ഇഷ്ടപ്പെടുന്ന സംഗതികൾ, നമുക്ക് എവിടെ പോയാലും നേടാൻ കഴിയാത്ത പലതും, വാങ്ങാൻ കഴിയാത്ത പലതും. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത വലിയൊരു സന്തോഷം എന്ന് പറയുന്നത്, ഒരു കാലത്ത് കടയ്ക്കലിന് മാത്രം ഉത്സവമായിരുന്ന കടയ്ക്കൽ, പിന്നെ കടയ്ക്കലിന് ദേശീയോത്സവം എന്നറിയപ്പെട്ടു തുടങ്ങി. അത് കഴിഞ്ഞ് മാറി ഇപ്പോൾ തെക്കൻ കേരളത്തിൻ്റെ അല്ലെങ്കിൽ കൊല്ലം ജില്ലയുടെ കിഴക്കൻ മേഖലയിലെ ഏറ്റവും വലിയ മഹോത്സവമാണ് കടയ്ക്കൽ തിരുവാതിര എന്ന് പറയുന്നത്. നമുക്ക് കടയ്ക്കൽ തിരുവാതിര എന്ന് പറയുന്നത് ചരിത്രം പറയുന്ന ഒരു വലിയ ഉത്സവമാണ്. സത്യത്തിൽ ഈ ഉത്സവമൊക്കെ അങ്ങോട്ട് തീർന്നു കഴിയുമ്പോഴത്തേക്ക് ഒരാഴ്ച പിന്നെ കടയ്ക്കക്കാരുണ്ടോന്ന് പോലും അറിയാൻ പറ്റില്ല. അവർ ഓണം പോലും ഇത്രയധികം ആഘോഷമാക്കില്ല ഒരിക്കലും. കാരണം ഓണത്തിന് ഒരു പുതിയ തുണി എടുക്കുക, അല്ലെങ്കിൽ പുതിയൊരു വസ്ത്രം വേണമെന്ന് പറയുമ്പോൾ ഞങ്ങളുടെയൊക്കെ കുട്ടിനാളിലെ ഞങ്ങളുടെയൊക്കെ ഞങ്ങളുടെയൊക്കെ ചെറുതിലേക്ക് വീട്ടിൽ ഞങ്ങൾ പറയും, ഓണമൊക്കെ ആകുമ്പോഴത്തേക്ക് പറയും ഇതാണല്ലേ കുതിരയുടെ അതെ. ഇപ്പൊ അന്ന് ആദ്യം എന്റെ ചെറുതിലേക്ക് പറഞ്ഞാൽ ഇത് 3 കുതിര, ഒന്ന് വലിയ കുതിര, രണ്ടാമത്തെ അതിന് താഴെ കുതിര കുറഞ്ഞത്, മൂന്നാമത്തത് ഏറ്റവും ചെറിയ കുതിര. അതിനുശേഷം കുതിരകൾ എണ്ണം വീലുള്ളതാണോ? വീലല്ല, ചട്ടമാണ് എടുക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ വീല് കൊണ്ടുള്ള പരിപാടിയൊന്നുമില്ല, എടുത്തുകൊണ്ട് പൊക്കോളാം. എടുക്കാൻ ആളുണ്ടെന്നേ. ഒരുപാട് വ്രതം നിന്നും ഒരു വർഷം എനിക്ക് ഇന്നതുപോലെ എൻ്റെ അനുഭവങ്ങൾ അല്ല എൻ്റെ ജീവിത സാഹചര്യങ്ങൾ ഇങ്ങനെ ആക്കി തരണേ അമ്മേ, ഞാൻ കുതിര എടുത്തോളാം എന്ന് നേർച്ച നേരുന്നവരുണ്ട്, ഭക്തിയുള്ളവരുണ്ട്, ആവേശമുള്ളവരുണ്ട്. ജനങ്ങൾ, അതായത് ഒരു ചട്ടത്തിൽ ഏകദേശം എനിക്ക് തോന്നുന്നു 1000കണക്കിന് യുവത്വങ്ങൾ അവരുടെ കഠിനമായ പ്രയത്നം, കഠിനമായ യജ്ഞമാണ് അതെടുത്ത് ഇവിടെ കൊണ്ടുവന്ന് അമ്മയുടെ തിരുമുമ്പിൽ കൊണ്ടുവരികയും അത് ഒരു 3 പ്രാവശ്യം വലം വെക്കുകയും ചെയ്യും. അതൊക്കെ നമുക്ക് നാളെ കാണാം. സാക്ഷി ടി വി ഇവിടെ ഉണ്ടല്ലോ. അപ്പം അതുപോലെ പ്രേക്ഷകർക്ക് അതെ പ്രേക്ഷകർക്ക് അർജുൻ ചില കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു. പ്രായം കൂടുതലാണ്, പ്രായമുണ്ട്. പ്രായമുള്ളതുകൊണ്ട് ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞു പോകുന്ന കാര്യങ്ങൾ എനിക്കൊന്ന് ഓർമ്മപ്പെടുത്തണം. മുറുക്ക് ഇവിടെ ഒരുപാടുണ്ട് കേട്ടോ. പക്ഷെ നമ്മൾ മുറുക്ക് ചടയമംഗലത്തും ഒരുപാട് കണ്ടിട്ടുള്ള, ഇന്ന് നമ്മൾ കണ്ട ഈ മുറുക്ക് കച്ചവടം അല്ല നാളെ കാണുന്നത്. നാളെ കഴിഞ്ഞാൽ മറ്റന്നാൾ കാണുമ്പോൾ നമ്മൾ കാണുന്ന മുറുക്ക് കച്ചവടം അല്ല. മുറുക്കുകാര്, മലരി കച്ചവടക്കാര്, പൊരിക്കച്ചവടക്കാര് എന്ന് വേണ്ട നമ്മുടെ വലിയ സ്റ്റേജില്ലേ, ആ സ്റ്റേജിന്റെ ഫ്രണ്ടിൽ ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ ഉത്സവം കാണാനായിട്ട് നമ്മളിങ്ങനെ മൈതാനം പോലെ 1000കണക്കിന് 10000കണക്കിന് പ്രേക്ഷകരിക്ക് ഇങ്ങനെ നമ്മൾ ഇവിടുത്തെ മറ്റ് ക്ഷേത്രങ്ങളെ അപേക്ഷിച്ച് ഇവിടുത്തെ ഉത്സവം കാണാനിരിക്കുമ്പോൾ നമ്മൾ ടിക്കറ്റ് എടുത്തിട്ട് ബാൽക്കണി, പിന്നെ കസേര
കസേര ഇങ്ങനെ ബെഞ്ചെന്നൊക്കെ പറയുമല്ലേ, അതുപോലെ നോക്കിയാൽ ഫ്രണ്ടിൽ ഇരിക്കുന്ന ഒരാൾ വരിയിലിരിക്കുന്ന ആള് തടസ്സമാകാത്ത രീതിയിൽ ഇങ്ങനെ ചരിവ് ഉണ്ട്. അങ്ങ് പുറകെ ഇരിക്കുന്നവർ പോലും, പക്ഷെ പുറകെ ഇരിക്കുന്നവർക്ക് ഇതെങ്ങനെ, ഇതാണ് കടക്കലിന്റെ ഏറ്റവും വലിയ ഉത്സവവുമായി ബന്ധപ്പെട്ട മറ്റൊരു സംഭവം. ഇതിനെ കൊളുന്ത് എന്നാണ് പറയുന്നത്. ദേവിയുടെ ഇഷ്ടപ്പെട്ട ഒരു വഴിപാടിന്റെ ഭാഗം കൂടിയാണ്. ഇവിടെ വരുന്ന എല്ലാ ദേവീ ഭക്തരും ഒരു പിടി കൊളുന്ത് വാങ്ങിക്കൊണ്ട് പോവുക എന്നുള്ളത് ഇതാണ്. എങ്ങനെ വില ഇത്? 20 രൂപ. 20 രൂപ. പണ്ടൊക്കെ 1 പൈസ 2 പൈസ അല്ലേ? അതെ, കാലാന്തരങ്ങളായപ്പോ അത് മാറി മാറി ട്രാവലിംഗ്. ഞാൻ ചോദിക്കട്ടെ മാമ, ഒരൊറ്റ സംശയം ചോദിക്കാം, ഇത് എന്തിന്റെ പൂവാണ്? ഇത് പിന്നെ ഇതും കുളന്താണ്, ഇത് മണിക്കുളന്ത്. അതന്നെ, ഈ കൊളുന്ത് എന്ന് പറയുന്ന അതിന്റെ യഥാർത്ഥം എന്ന് പറഞ്ഞാൽ ഇത് പിന്നെ ക്ഷേത്രങ്ങളിലേക്കുള്ള ഒരു ഏർപ്പാടിന് വേണ്ടി, ക്ഷേത്രത്തിലെ അല്ല മറ്റു ദൈവങ്ങൾ ഇതുകൊണ്ട് സുഗന്ധദ്രവ്യങ്ങളിലേക്ക് ഇത് പോകുന്നുണ്ട്. അങ്ങനെ ചേർക്കാനും കാര്യങ്ങൾക്കും വേണ്ടി ആ എനർജി അത് നിലനിർത്തുകയും ചെയ്യുന്ന ഒരു സാധനം. മണം ഭയങ്കരമാണ്. ഒരു വർഷം കഴിയുന്തോറും ഇത് മണം കൂടിക്കൊണ്ടേയിരിക്കും. കഴിഞ്ഞ വർഷം കൊണ്ടുപോയ സാധനം ഇന്നിപ്പോ കൊണ്ടുപോകുമ്പോഴായിരിക്കും അവർ മാറ്റുന്നത്. അത് അലമാരികളില്, ക്യാഷ് കൗണ്ടറുകളില്, പേഴ്സില് ഒക്കെ സൂക്ഷിക്കുന്നത്. അതൊരു പ്രത്യേക എനർജി അതിന്. ഈ അമ്പലമായിട്ട് എന്ത് അമ്പലമായിട്ട് പല നടകളിലും ഇത് നേർച്ചയാക്കി വെക്കും, വാങ്ങി ധരിക്കാത്തുണ്ട്, ധരിക്കാം. അവിടെ നമ്മള് തെക്കൻ കേരളത്തിലോട്ട് വന്നാൽ കരിക്കകവും ശാർക്കരയും കടക്കിലും അല്ലേ ഉള്ളൂ ഇതിന്റെ കച്ചവടം അല്ലേ? ഉണ്ട്. എന്നാലും നമ്മൾ അറിയപ്പെടാത്ത മറ്റ് പല ക്ഷേത്രങ്ങളും ദേവീക്ഷേത്രങ്ങളും ഉണ്ട്. ഇതിന്റെ തന്നെ അഞ്ചൽ കടയാത്ത് കളരി, അവിടെ നല്ല ചെലവാണ്. വിസ്മരിക്കാൻ പാടില്ല. നിങ്ങൾ കടക്കൽ ദേവിയുടെ സഹോദരിയാണ് അഞ്ചലത്തെ കളരി. അപ്പൊ അവിടെയൊക്കെ ഇത് നല്ല ദേവീക്ഷേത്രങ്ങൾ ഇത് കൂടുതലും. ഇതിന്റെ മണമാണ് ഭയങ്കരം മണമാണ്. അതൊരു പ്രത്യേക എനർജിയാണ്, പ്രത്യേക സുഗന്ധം തന്നെയാണ്. ഇത് പിന്നെ ഇവിടെ ദേവി ഭക്തർ ദേവിക്ക് സമർപ്പിക്കുക. അതുപോലെ താങ്കൾ പറഞ്ഞതുപോലെ ഇത് നമ്മുടെ വീടുകളിൽ കൊണ്ടുപോയി ഒരു വർഷം സൂക്ഷിക്കുകയും ചെയ്യുന്നു. വളരെ ഭക്തിയാപൂർവ്വം സൂക്ഷിക്കുകയും ചെയ്യുന്നവർ അനേകം പേരുണ്ട്. തീർച്ചയായും ഇതൊരു വലിയ സംഭവമാണ് ഈ കൊളുന്ത് എന്ന് പറയുന്നത്. ഒന്നെടുത്ത് മണപ്പിച്ച് നോക്കി ചെറിയല്ല അദ്ദേഹം ഒരു സാമ്പിൾ തരും. മണപ്പിച്ച് നോക്കി. ഇത് വേറൊരു മണം. അതാണ് കരിക്കാവ് ക്ഷേത്രത്തിലെ ഏറ്റവും വലിയ വഴിപാട്. ഈ കൊളുന്തിന് ഇതിന് മണം വ്യത്യാസമുണ്ട്. നമ്മളെ ഏറ്റവും കൂടി വില കൂടിയ ചില സ്പ്രേകൾ പറയല്ലോ, ബ്രൂട്ട്, കോബ്ര, പിന്നെ സാൻഡെക്സ് എന്നൊക്കെ പറയല്ലോ ഇപ്പോഴത്തെ ആൾക്കാര്. അതുപോലും തോറ്റുപോയി ഇതിന്റെ മണത്തിന് മുന്നിൽ. ഇത് നമ്മളിങ്ങനെ പോക്കറ്റിലൊക്കെ നിക്ഷേപിച്ചാണല്ലോ എവിടെ ചൂട്. ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത വെയിൽ കൂടും, ചൂട് കൂടുന്തോറും മണം കൂടും. ഇതിന്റെ മണം തോറും മണം കൂടും. ഉണങ്ങും തോറും ഇതിന്റെ മണം കൂടും. ശശിയുടെ പ്രേക്ഷകർക്ക് ഞങ്ങളൊരു സ്പെഷ്യൽ ഡെഡിക്കേറ്റ് അല്ലേ, അത് ഞങ്ങൾ സമർപ്പിക്കുകയാണ്. കൊളുന്താണത്. ഇത് ദേവിയുടെ ഒരു നേർച്ചയുടെ ഭാഗമായിട്ട്, ഒരു കച്ചവടമായിട്ടല്ല. ഇത് 20 രൂപയ്ക്ക് കിട്ടുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. കാരണം ഏകദേശം എനിക്ക് തോന്നുന്നു ഇതിനൊരു 10-45 പിടിയുണ്ടല്ലേ. എല്ലാവിധ ആശംസകളും സാക്ഷി ടിവിയുടെ എല്ലാ ഭാവങ്ങളും നേരുന്നു. തീർച്ചയായിട്ടും ഈ കൊളുന്ത് കച്ചവടമായിട്ട് തന്നെ മുന്നോട്ട് പോട്ടെ, വിജയിക്കട്ടെ. ഉത്സവാശംസകൾ ഞങ്ങൾ ഇവിടെ ഉണ്ടാവും. ഇതിന്റെ കൂടെ ഒരു കാര്യം പറയാനുള്ളത്, ഹരിതകർമ്മ സേനയുടെ ആൾക്കാർ ഇവിടെ അവരാണ് ഈ ഉത്സവത്തിന്റെ ഏറ്റവും കാര്യങ്ങൾ. അതായത് ഈ അമ്പലത്തിന്റെ അമ്പലത്തിലെ ഉത്സവം കഴിഞ്ഞ് അവസാനിക്കുന്നത്. ഇതെന്താ അച്ചാണോ? ഇത് വിൽപ്പനയ്ക്കാണോ അതോ നമ്മുടെ മലയാളം അറിയാം? കുറച്ചറിയത്തുള്ളൂ. ഒരാഴ്ചയിലേക്കും പോകും. അവിടെ 3 നാളത്തിന് പോയി. ഭയങ്കര ചിലവാണ്. ഇതൊക്കെ ഞാൻ കഴിഞ്ഞ ഉത്സവങ്ങളിലൊക്കെ നമ്മൾ ധാരാളം കണ്ടിട്ടുണ്ട്. നിങ്ങളൊക്കെ വളരെ വിദൂരയിൽ നിന്ന് വന്ന് ഞങ്ങളെ സ്ഥലം ഒന്ന് കാണാൻ എല്ലാവരും ഞാൻ അങ്ങോട്ട് വരാം. നിങ്ങളെ ഒരു ടീം ഒരാളെ ഉള്ളു, ബാക്കി ടീമൊന്നും ഇല്ലേ? എല്ലാം ടീമാണ്. എല്ലാവരുടെ ഉത്സവാശംസകളും. 54 പേര്. 50 ആളുണ്ട്. കടയ്ക്കൽ 3 പേരെ നമ്മള് നാട്ടുകാർ ഞങ്ങൾ 3 പേരേ ഉള്ളു. അവര് 57 പേരുണ്ട്.
ഇതും അർജുൻ നമ്മൾ നേരത്തെ പ്രേക്ഷകർക്ക് എത്തിച്ചതുപോലുള്ള സ്റ്റാളാണ്. അവിടെ കത്തി കൊടുക്കുവാനോ തോന്നുന്നില്ല ഇവിടെ കൈകൾക്ക് ഇത് പെൺകുട്ടികൾക്ക് അവരുടെ അനുസൃത രീതികളുണ്ടോ ഒരു വെറൈറ്റി കമ്മലാണ്. ഇതിന്റെയൊക്കെ വില എന്ന് പറഞ്ഞേ 20 ഞങ്ങളുടെ പ്രേക്ഷകരെന്ന് അറിയട്ടെ നിങ്ങളുടെ സ്റ്റാമിനെ കുറിച്ച് അവരൊന്ന് മേടിക്കണ്ടേ? ഇതൊരു വെറൈറ്റി കമ്മലാണ് കണ്ടോ. ഇപ്പോഴത്തെ കുട്ടികളൊക്കെ കണ്ട ചാരി വീണ് വരിക്കും. എനിക്ക് കൊടുക്കാനാണ് ഒരാളിനെ ഒപ്പിക്കണം അന്ന് പറയാൻ കൂടിയാണ്. അത് നമ്മുടെ കുമാരനും ബാധകമാണ്. ഇതൊക്കെ മേടിച്ചിട്ട് കൊടുക്കണ്ടേ? നിങ്ങളെ ഉത്സവത്തിന് മാത്രം വന്നാൽ മതിയോ? സാക്ഷി ടി വിയിൽ ആൾക്കാരെന്ന് പറയുന്നത് ആൾക്കാർ കാണുന്നവർക്ക് അത് 8 വർഷം തന്നെ വെക്കണം. ഇതെല്ലാം ഇതുപോലെ ഒരു ബക്കറ്റ് കൊടുക്കും. ആ ബക്കറ്റിലാണ് അവര് നമുക്ക് ആവശ്യമുള്ള സാധനം കളക്ട് ചെയ്ത് എടുത്തതിന് ശേഷം ഇനി 10 രൂപ സ്റ്റാളുണ്ട്. 10 രൂപ സ്റ്റാളുണ്ട്. ഇനി നമുക്ക് മേളയിലോട്ട് പോയി കഴിഞ്ഞാൽ ഇതിനേക്കാളും അത്ഭുതകരമായ കാര്യങ്ങൾ അവിടെ കാണാൻ കഴിയും. മേളയില് സ്റ്റാളുകൾ തുറന്നു വരുന്നതേ ഉള്ളൂ. അതെ, ഇത് വൈകിട്ടത്തേക്ക് ആകുമ്പോഴേക്കും എല്ലാം ഓർഡർ ആവത്തുള്ളൂ. ഇവരൊക്കെ വന്ന് ദിവസങ്ങളോളായിട്ട് വന്ന് സ്റ്റാളൊക്കെ കെട്ടി 15 ദിവസത്തെ ഉത്സവമാണല്ലോ. അപ്പൊ 15 ദിവസം എന്ന് പറഞ്ഞാൽ മാർച്ച് 1 തുടങ്ങിക്കഴിഞ്ഞു. അപ്പൊ അന്നേരം ആ ദിവസങ്ങളിലൊക്കെ നമുക്ക് ഈ ഇന്നത്തെ പോലെയോ നാളത്തെ പോലെയോ ഇനി വരുന്ന ദിവസങ്ങളിലെ പോലെ തിരക്കുകളില്ല. ഇന്നു മുതലൊക്കെയാണ് തിരക്ക് തുടങ്ങുന്നത്. തിരക്ക് കൂടിക്കഴിഞ്ഞാൽ അർജുൻ എനിക്ക് നമുക്ക് ഇതുവരെയൊന്നും കുമാരനും ഇതുവരെ നടക്കാൻ പറ്റത്തില്ല. ഇതുണ്ടല്ലേ ഇത് കണ്ടോ നമ്മളെ ഇഷ്ടപ്പെട്ട ചെരുപ്പ് പേരൊക്കെ നിങ്ങൾക്ക് ക്രോപ്സോ അതൊക്കെ നിങ്ങളുടെ പുതിയ തലമുറയ്ക്ക് അറിയത്തുള്ളൂ. നമ്മുടെ സാക്ഷി ടിവിയിലെ പ്രേക്ഷകരെ എന്നോട് നമുക്ക് പറയാനുള്ളത്, നിങ്ങൾ ആഗ്രഹിച്ച സാധനങ്ങൾ ഏതെങ്കിലും വാങ്ങാൻ നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ 200. ഇത് ശരിക്കും കടയിൽ 700, 1000 വിലയിൽ വരുന്ന സാധനങ്ങളാണ്. ചേട്ടാ ഈ മൈക്കൊന്ന് പിടിച്ചിട്ടേ ഞങ്ങളുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഇതൊക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി നിങ്ങൾക്ക് ഇത് ഞങ്ങളുടെ പ്രേക്ഷകർ വന്ന് നിങ്ങളുടെ കയ്യിൽ നിന്ന് ഈ സാധനങ്ങൾ വാങ്ങണം. ഞങ്ങളുടെ പ്രേക്ഷകർ വരുമ്പോൾ കടുപ്പിടുത്തൊന്നും പിടിച്ചതായിരുന്നു. ഇല്ലില്ല, ആരോഗ്യമല്ല. നല്ല 2 ചെരുപ്പുകളൊക്കെ നല്ല ഓഫറുകളാണ്. പിന്നെ വേണ്ട ഭരണികളൊക്കെ ഉണ്ട്, ഗ്ലാസ്സുകളൊക്കെ ഉണ്ട്. പിന്നെ 4 എണ്ണം 100-ന്റെ ഉണ്ട് ഗ്ലാസ്, 5 എണ്ണം 100-ന്റെ ഉണ്ട്. പിന്നെ കപ്പ് 4 എണ്ണം 100-ന്റെ ഉണ്ട്. പിന്നെ ചെരുപ്പുകളൊക്കെ 200 രൂപ, 100 രൂപ, 100 രൂപ, 150 രൂപ. ബാഗൊക്കെ 200 രൂപ. ബാഗല്ല 200 ഉള്ളു. അല്ല, ഈ ആൾക്കാർ പറയുന്നത് എന്താ അറിയോ, മടക്കത്തിരുവാതിക്ക് നിങ്ങൾ സാധനം മേടിക്കാൻ പോയാൽ ഭയങ്കര വിലയാകും. ഇല്ല, വിലയൊന്നുമില്ല. വില കടകളിലേക്കാണ് വില കുറവാണ്. നമുക്ക് കടകളിലേക്കാണ് വില കുറവാണ്. നമ്മള് സ്റ്റാളുകളാണിത്. ഈ സ്റ്റാളുകൾ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് വില കുറച്ചാണ് നമ്മൾ കൊടുക്കുന്നത്. അല്ല, അത് നമ്മുടെ ഉപദേശക സമിതി, ഉത്സവ കമ്മിറ്റി അംഗങ്ങളും എല്ലാം തന്നെ പറയുന്നു. അപ്പൊ അവര് ഇവിടെ ചെരുപ്പുകളൊക്കെ 100 രൂപ, 150 രൂപ, 200, ജനങ്ങളെ 250-ന്റെ ഉണ്ട്. പിന്നെ ബാഗുകളൊക്കെ ഓഫറുകളുണ്ട്. പിന്നാണെങ്കിൽ വേണ്ട ഭരണി ഐറ്റങ്ങളുണ്ട്. ഭരണി ഐറ്റങ്ങള് കപ്പ് 4 എണ്ണം 100-ന്റെ ഉണ്ട്, 4 എണ്ണം 100-ന്റെ ഉണ്ട്, 5 എണ്ണം 100-ന്റെ ഉണ്ട്. നല്ല അതിമനോഹരമായ ഗ്ലാസുകൾ അല്ലേ? അത് കമ്പനി ഗ്ലാസുകളാണ്. കടകളിലൊക്കെ 300 രൂപ, 350 രൂപ വിലയുള്ള ഗ്ലാസുകളൊക്കെയാണ്. 5 എണ്ണം 100-ന്റെ ഉണ്ട് ഗ്ലാസുകള്, 4 എണ്ണം 100-ന്റെ ഉണ്ട്, 4 കപ്പ് 100-ന്റെ ഉണ്ട്. ഇത് 5 എണ്ണം 100 രൂപ എന്നാ പറയുന്നത്. എന്നാ ഇത് 5 എണ്ണം 100 രൂപ. അത് 5 എണ്ണം 100. 6 എണ്ണം ഞങ്ങൾക്ക് തരുമോ 100 രൂപയ്ക്ക്? ഇല്ല. അതാ 5 എണ്ണ വരത്തുള്ളൂ. അത് കടകളെ 30 രൂപ വിലയുള്ള സാധനമാണ്. കടകളിൽ നിങ്ങൾ ഗ്ലാസിനകത്ത് കയറിയ 30 രൂപ വിലയാണ്. 30 രൂപ വിലയാവും. പുള്ളി പറയുന്നത് വലിയ ഓഫറുകളാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. നമ്മൾ ഉപയോഗിച്ചില്ലെങ്കിലുണ്ടോ നമ്മുടെ ഷോക്കേസിലൊക്കെ വെച്ച കാണാനൊരു ഭയങ്കര ഭംഗിയല്ലേ? പ്രേക്ഷകർ നമ്മുടെ പ്രേക്ഷകർ വന്ന് ഇതെല്ലാം വാങ്ങും. കാരണം ഇത് ഉപയോഗിച്ചില്ലെങ്കിലും നമ്മുടെ ഷോക്കേസിൽ നിന്ന് വെച്ചാൽ തന്നെ അതിനൊരു ഭംഗിയുണ്ട് കേട്ടോ. ഇത് 5 എണ്ണം 100 രൂപയാണ്. 5 എണ്ണം 100. 5 എണ്ണമാണ് 100. 5 എണ്ണം 100, 5 എണ്ണം 100, 5 എണ്ണം 100. പിന്നെ ഭരണികളൊക്കെ ഉണ്ട്. ഭരണികളൊക്കെ 100 രൂപ തൊട്ട് മേപ്പോട്ടുള്ളതുണ്ട്. 150 രൂപയ്ക്ക് വിൽക്കുന്നുണ്ടേ. അങ്ങനെയൊന്നുമില്ല. 5 എണ്ണം 100, മൊത്തം 200 അല്ലേ? ഭരണിയുണ്ട്. ഭരണികളൊക്കെ ഉണ്ട്. ഭരണികളൊക്കെ 100 രൂപ ഉള്ളു. ഈ ഭരണി 100 രൂപയേ ഉള്ളൂ.
ഇത് ഫർണികളൊക്കെ 100 രൂപ, അത് 120. 120. അത് കടയിൽ 180, 190 രൂപ വിലയാണ്. ഓഫർ സെയിൽ. ഓഫർ സെയിലാണ്. ഇതൊക്കെ എത്ര രൂപ വരും? ടിന്നൊക്കെ ഏതാ ഇതൊക്കെ ഗ്ലാസിന്റെ ഞാൻ പ്ലാസ്റ്റിക് ആണെന്നാ വിചാരിച്ചത്. നിങ്ങൾ കാണുമ്പോ മനസ്സിലാക്കേണ്ടത് ഇത് പ്ലാസ്റ്റിക് അല്ല ഈ സാധനം, ഇത് കുപ്പിയാണ്. കുപ്പി നല്ല വീണാൽ പൊട്ടുന്ന നല്ല നല്ല ബലമാണ്, നല്ല ഭാരമാണ്. ഇത് എങ്ങനെ വില? 250 ഗ്രാം വെയിറ്റ് വരും. ഇത് 2 എണ്ണം 100 ഉള്ളു. 2 എണ്ണം 100. 2 എണ്ണം 100. 2 എണ്ണം 100 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. 2 എണ്ണം 100 രൂപയ്ക്കാണ് ഈ സാധനം ഇവിടെ ഈ സ്റ്റാളിൽ നിന്നും നമുക്ക് ലഭിക്കുന്നത്. ഇതൊരിക്കലും പ്ലാസ്റ്റിക് ആണ് 15 രൂപയ്ക്ക് വേണമെന്ന് പറഞ്ഞുകൊണ്ട് വരരുത്. ഇത് കുപ്പിയാണ്, കുപ്പി. അതെ 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 അതെ. അത് ഞാനും എടുത്തു നോക്കിയ സത്യത്തിൽ ഞാൻ ദൂരെ ആദ്യം കണ്ടപ്പോൾ ഇത് പ്ലാസ്റ്റിക് ആണെന്നാണ് കരുതി കേട്ടോ. പിന്നെ ഒന്ന് എടുത്തു നോക്കിയപ്പോഴാണ് എന്റെ നല്ല വീച്ചല്ലേ, 2 1/2 കിലോ വരും എങ്ങനെ പോയിരുന്നാലും. നോക്കറിഞ്ഞു ഇല്ലേ? അതെ 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 അതെ. പ്രേക്ഷകർ മനസ്സിലാക്കേണ്ടതല്ല, ഇതും ഈ സാധനം പ്ലാസ്റ്റിക് ആണ്. ഇത് 200, 250 രൂപ പ്ലാസ്റ്റിക് അല്ല. നമ്മുടെ പ്രിയപ്പെട്ട ഹരിതകർമ്മസേന ടീമുകളെല്ലാം നമുക്കൊന്ന് കാണണം, കണ്ടിട്ടേ ഞങ്ങൾ പോകത്തുള്ളൂ. ഇത് പ്ലാസ്റ്റിക് അല്ല, ഈ സാധനം ഗ്ലാസാണ്, കുപ്പിയാണ്. കുപ്പി 200, 250 രൂപയ്ക്ക് കടകളിൽ ചോദിക്കാറുണ്ട്. അത് 150 രൂപയ്ക്കാണ് ഇവിടെ ഈ സ്റ്റാളിൽ നിന്ന് കിട്ടുന്നത്. നമ്മുടെ അതുകൂടെ കാണിച്ചാണ് ആൾക്കാർ വിചാരിക്കും അതെല്ലാം പ്ലാസ്റ്റിക് ആണെന്ന്. ഇതൊന്നും പ്ലാസ്റ്റിക് സാധനമാണെന്ന് പറഞ്ഞ് ഉപേക്ഷിച്ച് പോകരുത്. വിലക്കുറവാണ്. ഇവിടെ നിങ്ങൾക്ക് മേടിക്കാൻ കഴിയുന്ന ഫൈബർ മുറം 3 മുറം 100 രൂപയാണ്. ചെറുതും വലുതുമായിട്ടുള്ള 3 സൈസുള്ള മുറം ഒക്കെ 100 രൂപയ്ക്ക് കിട്ടുക എന്ന് പറയുന്നത് ഇതൊരു അവസരമാണ്. പ്രേക്ഷകർ കൃത്യമായിട്ടും സാക്ഷി ടി വി ഇതൊക്കെ പരിചയപ്പെടുത്തുന്നത് സാക്ഷി ടിവിയുടെ പ്രേക്ഷകർക്ക് ഈ അവസരം അവര് ഉപയോഗപ്പെടുത്തണം എന്നുള്ള അവരുടെ കൂടെ ഒന്ന് ഹരിതകർമ്മസേന. അതെ, ഹരിതകർമ്മസേനയുടെ കൂടെ നമ്മുടെ ഹരിതകർമ്മസേനയുടെ പ്രിയപ്പെട്ട നമ്മുടെ സഹോദരിമാരോടുണ്ട്. എങ്ങനെയുണ്ട് ഉത്സവം? എങ്ങനെയുണ്ട്? ഞങ്ങൾ തുടങ്ങിയതല്ലേ ഉള്ളു. നിങ്ങളുടെ ചീഫ് എന്തിയെ ഇന്ന് വന്നില്ലേ? ഇന്ന് വന്നില്ല, നമ്മൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. നിങ്ങൾ 2 പേരും മാത്രമേ ഉള്ളൂ. പിന്നെ എന്തുണ്ട് പറ, ഉത്സവത്തെ കുറിച്ചൊക്കെ പറ. നിങ്ങളെ ഈ കേരളത്തെ ഇത്രയധികം ശുചിത്വമായും വൃത്തിയായും സൂക്ഷിക്കുന്നത് നിങ്ങളെപ്പോലുള്ള പ്രഖ്യാപിക്കാൻ പോവാണ്. നിങ്ങളെപ്പോലുള്ള ഹരിതകർമ്മസേന ഈ മാസം മുഖ്യമന്ത്രി പ്രഖ്യാപിക്കും. അതെ അതെ. നിങ്ങൾ ചെയ്യുന്ന ജോലി ഈ കേരളത്തിന്റെ സൗന്ദര്യത്തിന് മറ്റൊരു മുഖം കൊടുക്കലാണ്. തീർച്ചയായിട്ടും നിങ്ങളെ മാനിക്കണം. നമ്മളിപ്പോ ഹരിതകർമ്മസേനക്കാരെ നമ്മുടെ വീട്ടിൽ വന്നിട്ട് ഒരു റെസിപ്റ്റ് ബില്ലി 50 രൂപ ചോദിക്കുന്നു. അപ്പോൾ പല വീട്ടുകാരും നിങ്ങൾക്കെതിരെ പ്രതിഷേധിക്കുന്നവരില്ലേ? ഉണ്ട്. അവർക്ക് ഇതിന്റെ എന്താണ്, നിങ്ങൾ ചെയ്യുന്ന ജോലിയുടെ മാന്യത എന്താണെന്ന് അവർക്ക് മനസ്സിലാകാത്തതുകൊണ്ടാണ്. അല്ലേ? അതെ. നിങ്ങളില്ലായിരുന്നെങ്കിൽ ഈ പ്ലാസ്റ്റിക് മാലിന്യങ്ങളെല്ലാം കൂടെ കൂടി കെട്ടിക്കിടന്ന് എന്താകുമായിരുന്നു? അപ്പോൾ ഈ സംവിധാനം ഉണ്ടാക്കിയ ഏത് ഗവൺമെന്റ് ആയിരുന്നാലും ഈ സംവിധാനത്തിലേക്ക് മനസ്സ് വെച്ച് ഞങ്ങൾക്കൊരു തൊഴിലിനപ്പുറം നിങ്ങൾ ചെയ്യുന്ന ഒരു സേവനം കൂടിയാണ്. അങ്ങനെയല്ലേ? ഞാൻ അങ്ങനെ കാണുന്നത്. നിങ്ങളോട് ഏറ്റവും കൂടുതൽ ബഹുമാനം ഞങ്ങൾക്കുണ്ട്. ഞങ്ങൾ സാക്ഷി ടി വിയുടെ റിപ്പോർട്ടേഴ്സിൻ്റെയും സാക്ഷി ടി വി മാനേജ്മെന്റിന്റെയും ഞങ്ങളുടെ ടീമിന്റെയും മുഴുവൻ ആശംസകളും ഞങ്ങൾക്കുണ്ട്. നിങ്ങൾ ഏത് പ്രതിസന്ധി ഉണ്ടെങ്കിലും ഏത് വിഷമസങ്കടം ഉണ്ടെങ്കിലും നിങ്ങളോടൊപ്പം ഞങ്ങൾ നിൽക്കും, ഞങ്ങളെ വിളിക്കും. ഞങ്ങളുടെ സാക്ഷി ടി വിയിലെ എല്ലാവിധ ആശംസകളും നിങ്ങൾക്കുണ്ടാവും. ഇന്ന് 2 പേരേ ഉള്ളൂ. 2 പേരെ കൊണ്ട് ഇന്ന് 2 പേരും കൊണ്ട് ഈ ജോലിയെല്ലാം തീരുവോ? അല്ല, ഇത് കുറച്ച് സാധനമേ ഉള്ളൂ. കുറച്ചേ ഉള്ളൂ. തീരും. അപ്പൊ ഇന്ന് കടകളിൽ നിന്നെല്ലാം കളക്ട് ചെയ്താൽ മതി. അപ്പൊ നാളെ കുടിവെള്ളത്തിന്റെ പ്ലാസ്റ്റിക് ഒക്കെ നാളെ ഇടും. വേറെ 2 പേര് നാളെ ഇടും. നാളെ 2 പേര് തിരുവാതിരയായിട്ട് ശുചിത്വത്തിന്റെ ആൾക്കാരും ഉണ്ട്, ചെയ്യുന്നവരും ഉണ്ട്. അവരെ 4 പേരും. അപ്പൊ ഉത്സവാശംസകള് ഞങ്ങളുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഹരിതകർമ്മസേനയുടെ സാക്ഷി ടിവിയുടെ പ്രേക്ഷകർക്ക് ഹരിതകർമ്മസേനയുടെ ഒരു ഉത്സവം എന്ന് പറഞ്ഞേ മിടിക്കുകയല്ലേ എന്ന് പറഞ്ഞേ. ആരാ പറഞ്ഞേ? മോളാണോ പറഞ്ഞത്? ഞങ്ങൾക്കൊരു ഉത്സവാശംസ പറയാൻ പറ്റില്ല. ഞങ്ങൾ ഇത്ര ആശംസ പറഞ്ഞിട്ട് ഹരിതകർമ്മസേനയുടെ എല്ലാവിധ ആശംസകളും സാക്ഷി ടിവിയിലെ പ്രേക്ഷകർക്ക്. താങ്ക് യു. ഇത്രയും മാത്രമേ ഞങ്ങൾ പ്രതീക്ഷിച്ചുള്ളൂ. നിങ്ങൾ എവിടെ നമ്മളെ കാണാൻ ഓടി വരുന്നുണ്ടല്ലോ. അതെ. അല്ല, ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ എവിടെ നിന്നാലും ഞാൻ നിങ്ങളെ കണ്ടിട്ടേ വാർത്തയായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ പോലും
നിങ്ങളെ ടീം എവിടെ നിന്നാലും ശരി നിങ്ങളെ ഓടി അടുത്ത് ഓടി അടുത്ത് വന്ന് നിങ്ങളുടെ വിശേഷങ്ങൾ തിരക്കിയിട്ട് ഞാൻ പോകാറുള്ളൂ. ഒത്തിരി നന്ദിയുണ്ട്. ഓ അതെ, തീർച്ചയായിട്ടും ആ നിങ്ങളുടെ സ്നേഹം മതി മുമ്പോട്ടുള്ള യാത്രയ്ക്ക് എനിക്കും എന്റെ ടീമിനും. നമ്മുടെ പഞ്ചായത്ത് കൂടെ ഉള്ളതുകൊണ്ടാണ് നമ്മൾ രക്ഷപ്പെടുന്നത്. പഞ്ചായത്ത് കൂടെയുണ്ട്, അതോടൊപ്പം എല്ലാവരും ഉണ്ട്. ഞാൻ ചോദിക്കട്ടെ, എന്നെ പോലെ അല്ലാതെ മറ്റാരെങ്കിലും നിങ്ങൾ ഇല്ല അണ്ണ വരുന്നില്ല. അണ്ണ എവിടെ വെച്ച് നല്ല നമ്മുടെ അടുത്ത് ഓടി വരുന്നുണ്ട്. സത്യം. തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്യുന്നത് ഒരു വലിയ കർത്തവ്യമാണ്, വലിയൊരു ഉത്തരവാദിത്തമാണ്. ഇതൊരു ശമ്പളത്തിന് വേണ്ടി നിങ്ങൾ ചെയ്യുന്ന തൊഴിലായിട്ടല്ല ഞാൻ ഇതിനെ കാണുന്നത്. ഇത് നാടിന്റെ ഒരു സേവനമായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾ ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ 3-4 പേര് അവരത് വന്നപ്പോഴത്തേക്ക് ഭയങ്കര ചൂടല്ലേ. അപ്പൊ ഞാൻ വന്ന് ചോദിച്ചു വെള്ളം കുടിച്ചോ? അപ്പൊ പറഞ്ഞു വെള്ളം എടുത്തിട്ട് ബാഗ്. ഞാൻ വെള്ളം കുടിക്കാൻ അവർ നിർബന്ധിച്ച് വിളിച്ചപ്പോൾ പറഞ്ഞു അമ്മ വെള്ളം വേണ്ട, ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. അവസാനം എനിക്ക് വിശ്വാസമല്ലാത്തോട്ട് ഒരു ബാഗ് തുറന്ന് കാണിച്ചിട്ട് അതെ അന്ന് മാത്രമേ ഉള്ളൂ ഞങ്ങൾ ആഹാരം കഴിച്ചോ വെള്ളം കുടിച്ചോ എന്ന് ചോദിക്കുന്നത് എന്ന് പറയാം. പരിപാടിക്ക് എല്ലാം അണ്ണനാണ് ഓടി വന്നത് എപ്പോഴും. തീർച്ചയായിട്ടും കടയ്ക്കലിൽ നിന്നല്ല, നമ്മുടെ ജില്ലയിലുടനീളം എൻ്റെ സഞ്ചാരത്തിനിടയിൽ ഞാൻ വളരെയേറെ വീക്ഷിക്കുന്ന വ്യക്തിത്വങ്ങളാണ് നിങ്ങൾ ഈ നാടിൻ്റെ അഭിമാനമാണ്. എല്ലാവിധ ഉത്സാഹശംസകളും സാക്ഷി ടിവിയുടെ പ്രത്യേക ആശംസകളും. എന്ത് വിഷയം ഉണ്ടെങ്കിലും ഞങ്ങളെ വിളിക്കും, ഞങ്ങൾ നിങ്ങൾക്കൊപ്പം ഉണ്ടാകും. തീർച്ചയായും ഞാനവരെ കാണാം. അങ്ങനെ അർജുൻ കരിമ്പ് ജ്യൂസ് വേണം. ഈ വയറ് നിറഞ്ഞിരിക്കുകയാണ്. കാരണം ഉത്സവത്തിന് നമ്മളെ മീഡിയയെ ഭയങ്കരമായിട്ട് നമ്മളെയും അവര് നല്ല സഹകരണമാണ്. അതിലൊരു പ്രത്യേകത കൂടി ഉണ്ട് അർജുൻ. നമ്മൾ ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നമ്മളെപ്പോഴും നിലപാടുകളോട് നിൽക്കുന്നവരാണ്. സാക്ഷി ടിവിയിലെ മുഴുവൻ ആൾക്കാരും എല്ലാവരും ചടയമംഗലത്തും അപ്പുറത്തും ഇപ്പുറത്തും ഉള്ളവരാണെങ്കിലും നമ്മളിവിടുത്തെ ഉത്സവ കമ്മിറ്റിയുടെ നിർദ്ദേശങ്ങളെ സദയം മാനിച്ച് അവരുടെ പ്രയത്നം നമ്മളാലോചിച്ചു. ഇത്രയും വലിയൊരു മെഗാ ഉത്സവം കേട്ടോ, ഇത്രയും വലിയ അർജുൻ ശ്രദ്ധിക്കാം. ഇതൊക്കെ പഴയ കാലത്ത് നമ്മൾ പേപ്പറിലുണ്ടാക്കി കളിക്കുന്ന സാധനങ്ങളായിരുന്നു. ഇതിപ്പോ ഇത്രയും സാക്ഷി ടി വി ഇതുപോലെ കറങ്ങുമെന്നാണ് അർജുൻ പറയുന്നത്. അപ്പോഴേ ഈ മണല് ഇത് ഈ ക്ഷേത്ര പുനരുദ്ധാരണത്തിന് ശേഷം ഇതിവിടെ കൊണ്ടുവന്ന് ഇത് എനിക്ക് തോന്നുന്നു വിരിഞ്ഞ മണലാണെന്ന് തോന്നുന്നു. മണലിടാൻ കാരണം ഈ ചെരുപ്പ് ഉപയോഗിക്കാതാണെന്ന് നമ്മൾ നടക്കുന്നത്. പക്ഷേ അത് വേറെ പ്രശ്നം പറയുന്നത് ഈ വേനൽക്കാലം ആകുമ്പോഴത്തേക്ക് നമ്മളൊരു 8 മണി 9 മണി കഴിയുമ്പോഴത്തേക്ക് മണലങ്ങ് ചൂടാകും. നമുക്ക് എങ്കിലും ഈ വിശ്വാസം ഉണ്ടെങ്കിൽ ഒരു വിഷയമല്ല എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയ ഭംഗി. മുടിപ്പുര ഇവിടെ വന്നല്ലേ ഇത് മുടിപ്പുരയുടെ അവിടെയാണല്ലോ ഒരുപാട് ആൾക്കാർ ഇരിക്കുന്നുണ്ട് നമുക്ക് ഒരു കലാകാരനാണ് പരിചയപ്പെടാം. ഇത് ചടയമംഗലത്തിന്റെ സ്വന്തം ഷിജു. അദ്ദേഹം വളരെ ചെറുപ്പമാണ്. ഞങ്ങൾ ഒന്നിച്ച് സ്കൂളിൽ പഠിക്കുന്ന കാലം മുതലേ നോട്ട്ബുക്കിൽ വെറുതെ കുട്ടിയിൽ പടം വരയ്ക്കുന്ന സ്വഭാവം ഇതിലുണ്ട്. കൃത്യമാശം തന്നെ കൊണ്ടിട്ടുണ്ട്. അതിന്റെ ഞാനായിരിക്കും കാരണക്കാരൻ. ഓരോരുത്തരും പടം വരപ്പിക്കാൻ പ്രേരിപ്പിക്കുന്നതാണ്. കുറുപ്പ് സാറിന്റെ പടം, ജയനാഥ സാറിന്റെ പടം, നമ്മുടെ സുശീല ടീച്ചർ. അതിലൊക്കെ മരണപ്പെട്ടു പോയി എങ്കിലും നമ്മുടെ ഈശ്വരന്മാരുടെ സ്ഥാനത്താണ് ഇന്നും നമുക്കുള്ളത്. എല്ലാം ശരിയും. കാരണം നമ്മളത് തല്ലിയത് കൊണ്ടാണ് നമ്മൾ ഇങ്ങനെ നിൽക്കാൻ പറ്റും. ആ തല്ലിലൊരു സ്നേഹം ഉണ്ടായിരുന്നു. നമ്മുടെ ഇപ്പോഴത്തെ അധ്യാപകരും എനിക്കറിയില്ല. പക്ഷെ അവരെ തല്ലില് ഒരു സ്നേഹം ഉണ്ടായിരുന്നു. അവര് 9 അടി അടിക്കുമെങ്കിൽ 9,000 തടവിൽ നമ്മൾ തന്നിരുന്നു. അതുകൊണ്ടാണ് ഞാൻ നമുക്ക് ആ ഒരു വെറുപ്പ് ഒരിക്കലുമില്ല. ഇന്നൊക്കെ അവരെ കാണാൻ സത്യം പറഞ്ഞാൽ പലപ്പോഴും നമ്മളെ ഞാൻ
ആഗ്രഹിച്ചിട്ടുണ്ട്. വഴിവെക്കിൽ ഇവർ നിന്നൊന്ന് കണ്ടിരുന്നെങ്കിലെന്ന്. സത്യം ഷിജു, ഞാൻ മിക്കവാറും ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ നിന്ന് കള്ളം ഉള്ളവരെയൊക്കെ ഞാൻ വല്ലപ്പോഴും പോയി കാണാം. ഉള്ളവരെ ഞാനും കാണാറുണ്ട്. ഞാൻ ഈ അടുത്തിടയ്ക്കാണ് സോന സാർ ഉണ്ടെന്ന് അറിഞ്ഞത്. ശശാമ സാറ് ജീവിച്ചിരിക്കുന്നു എന്നറിഞ്ഞു. നമ്മുടെ നസീമ സാറ് എന്നെ അവശതയിലാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് അവരുടെയൊക്കെ ഒരു ശിക്ഷണത്തിലായതുകൊണ്ടാണ് അന്ന് നമ്മളെപ്പോലുള്ളവർ ഇന്ന് അഭിമാനമായി നമുക്ക് ജീവിക്കാൻ പറ്റിയത്. നമ്മുടെ രക്ഷാകർത്താക്കളെക്കാളും നമ്മളെ അവർ നോക്കി നമ്മളെ സംരക്ഷിച്ചുകൊണ്ടാണ്. അന്ന് ഞാൻ പറഞ്ഞു വന്നതിന്റെ കാരണം, അന്ന് ഈ ഷിജു അനങ്ങാതിരിക്കുന്ന ഷിജുവിനെ കൊണ്ട് കുരുത്തക്കേട് കാണിപ്പിക്കുന്ന ഞാനിപ്പോ കാണുന്നില്ല. ഞാൻ പറയാം, അങ്ങോട്ട് വരാം. ഞാൻ കടക്കലുണ്ടോ എപ്പോഴും ഉണ്ട്. ഞാൻ അങ്ങോട്ട് വരാം. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, അപ്പൊ ഇങ്ങനെ ഈ ഷിജു പഠിപ്പിച്ചോണ്ടിരിക്കുമ്പോ തന്നെ ഷിജുവിനോട് ഞാൻ ഇങ്ങനെ ആവശ്യപ്പെട്ടത് പെട്ടെന്നൊരു കാരിച്ചക്കർ കാരിക്കച്ചർ അത് വരയ്ക്കാൻ പറയും. അപ്പൊ ഇവൻ സമ്മതിക്കത്തില്ല. എന്നിട്ട് ഇവനെ ഡെസ്കിലോട്ട് പിടിച്ച് കുതിച്ചിരുത്തി വരയ്ക്കണമെന്ന് കൊണ്ട് പ്രേരിപ്പിക്കുകയും അങ്ങനെ ഒരുപാട് തന്നെയുള്ളൂ. അപ്പൊ ഷിജുവിന്റെ അവൻ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഒരു മിനുക്കുപണി കഴിഞ്ഞിട്ട് നിന്ന സമയത്താണ് എനിക്ക് എന്റെ സുഹൃത്ത് ഷിജുവിനെ കാണാൻ കഴിഞ്ഞത്. ഇപ്പോ ഈ വിളക്കിന്റെ പണി പൂർത്തീകരിച്ച് ഇറങ്ങിയതേ ഉള്ളൂ. ഷിജു ഈ തിരുവാതിരയുമായി ബന്ധപ്പെട്ട് സാക്ഷിയുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒരു ആശംസയും ഒപ്പം അനുഭവവും കൂടി പങ്കുവയ്ക്കും. അതിനുവേണ്ടി എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ആർട്ടിസ്റ്റ് ഷിജുവിനെ സ്നേഹപൂർവ്വം സാക്ഷി ടിവിയുടെ പ്രേക്ഷകരിലേക്ക് ഞാൻ ക്ഷണിക്കുകയാണ്. കുമാർ, ഷിജു, വരയുടെ ലോകത്തിലെ വിശേഷങ്ങളും തിരുവാതിരയുടെ വിശേഷങ്ങളും ഞങ്ങളുടെ പ്രേക്ഷകർക്കായി. 30-35 വർഷമായി ഫീൽഡിൽ ഇങ്ങനെ. അതെ, 35 വർഷം നീ വരപ്പിലും ഡ്രൈവിങ്ങിലും. അതെ അതെ, പറഞ്ഞു. 35 വർഷം കൊണ്ട് നമ്മള് വരയായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ പോകുന്നു. അതിനകത്ത് സ്ഥാപനമുണ്ട്, സിസ്റ്റ ആർട്സ് എന്നാണ് പേര്. പിന്നെ കടയ്ക്കൽ ക്ഷേത്രത്തിലെ ഒട്ടുമിക്കല്ല മിക്കവാറുള്ള പണികളും ഞാൻ തന്നെയാണ് ചെയ്യാറ്. കുതിരയുടെ പടമൊക്കെ വരച്ച് അതെല്ലാം ഷിജു വരച്ചതാണ്. ദേവിയുടെ ഗോപുരത്തിന്റെ മുഴുവൻ പണികളും ചിത്രപ്പണികൾ മൊത്തവും ഞാനാ ചെയ്തേ. ഇപ്പം ഓരോ വർഷവും ഇവിടെ എന്തെങ്കിലും വർക്ക് ചെയ്യിപ്പിക്കാതെ വിടത്തില്ല. അതെ 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 അതെ. എനിക്ക് ഞാൻ ഷിജുവിനെ കണ്ടപ്പോ ഇങ്ങനൊരു അഭിമുഖത്തിന് തയ്യാറായതിന്റെ കാരണം, വർഷങ്ങളായി ഞാൻ കടയ്ക്കൽ നിൽക്കുമ്പോൾ ഷിജു കടയ്ക്കലിന്റെ ഗോപുരത്തിന്റെ മുകളിൽ ഇരിക്കുമ്പോഴൊക്കെ ഞാൻ താഴെ കൂടെ ഗ്യാസ് വണ്ടി കൊണ്ടുപോയിട്ട് ടാറ്റ പറഞ്ഞു പോയിട്ടുണ്ട്. അതുകൊണ്ട് ആ ഒരു സന്തോഷം കൂടിയാണ് ഈ അവസരത്തിൽ പങ്കുവെക്കാൻ കഴിഞ്ഞത്. നമ്മള് കുതിരയുടെ പ്രൗഢകള് മിക്കവാറും ഞാനാ ചെയ്തത്, റീവർക്ക്. അത് ഓരോ വർഷവും ഇങ്ങനെ ഓരോരുത്തര് ജയിച്ചോണ്ടിരിക്കുന്നത്. അത് തീർച്ചയായിട്ടും തമ്പുരാട്ടിയുടെ അനുഗ്രഹമാണ്. അതല്ലെന്ന് നിഷേധിക്കാൻ പറ്റില്ല. നമ്മളൊക്കെ ഈ തിരുനടയിൽ ഇങ്ങനെ നിൽക്കുന്ന ഇന്ന് ഞാനിവിടെ നിന്ന് ഇതേപോലെ റിപ്പോർട്ട് ചെയ്യാനുള്ള ആ ഒരു ഭാഗ്യം എനിക്ക് കൊണ്ടുവന്നത് ഒരുപക്ഷെ ഇതുവഴി പോകുമ്പോൾ നിർഭാഗ്യവശാൽ കയറാൻ പറ്റാതെ വന്നാൽ ഭാഗ്യവശാൽ കയറുമ്പോഴും അമ്മയുടെ തിരുമുന്നിൽ വന്ന് മനസ്സ് തുറന്ന് അവരെ അമ്മയെ നിന്ന് വിളിച്ചിട്ട് പോകുമ്പോൾ കിട്ടുന്ന ഒരു അനുഗ്രഹം, അതൊരു അന്നേരം നമുക്ക് കിട്ടുന്ന ഒരു പോസിറ്റീവ് എനർജി ഉണ്ട്. അത് ഭയങ്കരമാണ്. അതിന്റെ അനുഗ്രഹമാണ് ഷിജുവിന് ഇവിടെ എത്തിച്ചത്. നന്ദി. നമ്മൾ കുറെ വിശേഷങ്ങൾ നിങ്ങൾ പ്രേക്ഷകരിൽ എത്തിക്കാൻ തിരുവാതിര ആശംസകൾ. തീർച്ചയായിട്ടും ഷിജുവിനും സാക്ഷി ടി വി ടീമിന്റെയും സാക്ഷി ടിവിയുടെയും തിരുവാതിര ആശംസകൾ. വരും കാലങ്ങളിലും ദേവിയുടെ സന്നിധിയിൽ ഇതുപോലെ മനോഹരമാക്കാൻ ഷിജുവിന്റെ വരകൾക്ക് കഴിയട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു. ഇവിടെ കടയ്ക്കലുള്ള വിഷയമുള്ള പരാതി ഇതാണ്, ഞാൻ കടയ്ക്കലില്ലല്ലോ എന്നുള്ളതാണ്. കടയ്ക്കൽ എന്ന് പറഞ്ഞാൽ അങ്ങനെ കടയ്ക്കൽ പറയാൻ പറ്റുമോ? അങ്ങനെ ഇരിക്കാൻ പറ്റുമോ? ഏറ്റവും വലിയ കടക്കലത്തെ കലാകാരൻ ലൈഫ് സപ്പോർട്ടിന്റെ ആംബുലൻസ് ആണ് ആരോഗ്യവകുപ്പിന്റെ ഇവിടെ നിൽക്കുന്നതാണ്. ബേസിക് ലൈഫ് സപ്പോർട്ട് ആംബുലൻസ് ഇവിടെ ഉണ്ടായിരുന്നു. പെട്ടെന്ന് എന്തെങ്കിലും അതിപ്പോ അവര് പോയി അങ്ങോട്ട്. നമ്മുടെ ഫയർഫോഴ്സിന്റെ 2 വണ്ടികൾ നാളെ സജ്ജമാകും. രാവിലെ മുതൽ ഇവിടെ ഉണ്ടാകും. ആംബുലൻസ് ഒരെണ്ണേ ഉള്ളൂ.
നാളെ എന്ന് പറയുമ്പോൾ ആരോഗ്യവകുപ്പിന്റെ സ്വന്തം റിസ്കില് ഏകദേശം എനിക്ക് തോന്നുന്നു 2 or 3 ഉണ്ടാകും. ഇപ്പൊ ഒഴിഞ്ഞു രാവിലെ വന്നപ്പോ നിറഞ്ഞു കിടന്നാണ്. ഇപ്പൊ ഒഴിഞ്ഞു ഇവിടെ. നിങ്ങളിപ്പോ ഈ കണ്ടില്ലേ? ഇത് ഇന്നൊരു 4 മണിയോട് കൂടി ഈ കരിയും ചാമ്പലും മുഴുവൻ ക്ലിയർ ചെയ്യും, എല്ലാം ക്ലിയർ ആക്കും. ഇവിടെ എല്ലാം കറക്റ്റ് ഇരിക്കുകയാണ്. കസേരയിൽ ഇരിക്കുന്നതിനേക്കാളും വളരെ ഭംഗിയോട് കൂടി ഇരുന്നാണ് നമ്മുടെ പ്രേക്ഷകർ പരിപാടികൾ ആസ്വദിക്കുന്നത്. നമുക്ക് കുമാറെ നോക്കാം, മേളയിൽ കൂടി ഒന്ന് കയറിയിട്ട് വരാം. അതുകൂടി നമ്മുടെ പ്രേക്ഷകർക്ക് മേളയുടെ വെളിയിൽ കുറെ ബൊമ്മയെന്നല്ലേ അത് പറയുന്നത്. അതെ അതെ അതെ. നമ്മൾ നേരത്തെ ഒരു ലൈവിൽ അത് കാണിച്ചിരുന്നു, പക്ഷെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ അതിനെക്കുറിച്ച് ഇതൊക്കെ വെളിയിൽ നിന്ന് നമ്മുടെ തമിഴ്നാട് മേഖലയിൽ വരുന്നതാണിത്. പണ്ട് ഇതിന്റെ മോഡല് ഉള്ള സാധനം ഉണ്ടല്ലോ, ഇത് തന്നെ നമുക്ക് തന്നെ ഉണ്ടാക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഇതിന്റെ അതിനെ പറയുന്നുണ്ട്. ബുദ്ധനാണ് കൂടുതലും. പ്ലാസ്റ്റർ ഓഫ് പാരീസ്. ഇത് അച്ചൂടെ നമുക്ക് ഇവിടെ കഴിഞ്ഞ ബുദ്ധനാണ് കൂടുതൽ. ഒരുപാട് പേര് ബുദ്ധനെ വീട്ടിൽ വെക്കുന്നുണ്ട്, സമാധാനം ആഗ്രഹിച്ച്. അതെ അതെ, സമാധാനം നമ്മൾ തന്നെ ഉണ്ടാക്കണം എന്നാണ് എന്റെ അഭിപ്രായം. ബുദ്ധൻ മോശമാണ് അല്ലെങ്കിൽ അങ്ങനെയുള്ള അഭിപ്രായത്തിലല്ല എന്ന് പ്രേക്ഷകർ കൂടി തിരിച്ചറിയുക. സമാധാനം നമ്മൾ തന്നെ നമ്മുടെ കുടുംബങ്ങളിൽ ഉണ്ടാക്കണം, നമ്മൾ തന്നെ മുൻകൈ എടുക്കുക എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ചോളം പറയാനുള്ളത്. സമാധാനമുള്ള കുടുംബത്തിലെ എപ്പോഴും ഐശ്വര്യം ഉണ്ടാവുന്നു. നമ്മൾ എന്തോ ആഗ്രഹിച്ചിട്ടും നമ്മൾ നമ്മുടെ രീതിയിൽ അല്ലെങ്കിൽ ഈ കൃഷ്ണന്റെ വിഗ്രഹം വെക്കുമ്പോഴേ ഞാൻ കേട്ടിട്ടുണ്ട്, ചിലർ വീട്ടില് ഓടക്കുഴൽ എന്റെ കൂടെ വെക്കില്ല. ഐതിഹ്യങ്ങളെ കുറിച്ച് പറഞ്ഞു പോയാൽ നമുക്ക് പോലും ഒന്നും നമ്മുടെ ഈ നടത്താൻ പറ്റില്ല. നമ്മൾ മേലയിലേക്ക് കയറി പോവാൻ ബോംബെ മുട്ടായി, പുളിമുട്ടായി, പഴയകാല മുട്ടായി, കാർ അങ്ങനെ പലതരം മുട്ടായികളാണ് കാർ. തിരുവാതിരയിലെ ഏറ്റവും വലിയ വിശേഷതകളിൽ ഒന്നാണ് കടയ്ക്കൽ തിരുവാതിരക്കുറിച്ചുള്ള മേള. നമുക്ക് ഇന്ന് തന്നെ തുടങ്ങാം. നമസ്കാരം, ഞങ്ങൾ സാക്ഷി ടിവിയുടെ റിപ്പോർട്ടേഴ്സ് ആണ്, ക്യാമറാമാനാണ്. പറയൂ, തിരുവാതിരയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്ന് പറഞ്ഞേ, നിങ്ങളുടെ അനുഭവങ്ങൾ ഒന്ന് പങ്കുവെച്ചേ. രണ്ടുപേരേ ഉള്ളോ? തിരുവാതിര ബന്ധപ്പെട്ട് നമുക്കിപ്പോ സ്റ്റാൾ ഓപ്പൺ ആയിട്ടുണ്ട്. നമുക്ക് ആക്റ്റീവായിട്ട് ആൾക്കാർ വരുന്നുണ്ട്. ഇത് മനോരമയുടെ എംഫോമാരിയുടെ സ്റ്റാളാണ്. അപ്പൊ നമുക്ക് സൗജന്യമായ വിവാഹങ്ങൾ രജിസ്ട്രേഷൻ നമുക്ക് ആർക്കും ചെയ്യാൻ പറ്റും. നമുക്ക് 16-ാം തീയതി വരെയുള്ള ഞങ്ങൾ ഇവരെ കൂടെ കല്യാണം കഴിച്ച് 2 പേരുടെ വന്നാലേ ഞങ്ങളുടെ ടീമിന്റെ എണ്ണം കൂട്ടാൻ പറ്റും. തീർച്ചയായിട്ടും. അപ്പൊ അതുകൊണ്ടാ, അല്ലാതെ വേറെ കൊണ്ടല്ല. എല്ലാ വർഷവും ഉള്ളതാണ്. ഈ വർഷം നമുക്കിത് വിപുലമായിട്ട് ചെയ്യുന്നുണ്ട്. ശരി അമ്മ, അപ്പൊ അടുത്ത ദിവസങ്ങളൊക്കെ നമ്മൾ രജിസ്ട്രേഷനുമായി കാണാം. ഓക്കെ. ഈ ആർക്കെങ്കിലും ഒക്കെ നടത്തി കൊടുത്തിട്ടുണ്ടോ? പിന്നെ ഇത് മനോരമയാണ് ജെന്യൂനായിട്ടുള്ളത്. ഇതാണ് ജെന്യൂനാണ്. നേരെ വാ, വളഞ്ഞു പോകുന്നല്ല, നേരെ വാ, നേരെ ഉള്ളതാണ്. അതൊക്കെ ഓക്കെ. എല്ലാവിധ ഉത്സവ ആശംസകളും സാക്ഷി ടിവിയുടെ പ്രത്യേക അഭിനന്ദനങ്ങളും അറിയിക്കുന്നു. എന്താ പേര്? മാസ്ക് എടുത്ത്. കൊറോണ ഒക്കെ കഴിഞ്ഞില്ലേ? അലർജിയുള്ള ശ്വാസം മുട്ടോ നമുക്കും എല്ലാവർക്കും ഉണ്ട്. ശരി, എന്താ പേര്? എന്റെ പേര് അനു. എല്ലാവിധ ഉത്സവാശംസകളും ഒരിക്കൽ കൂടി സാക്ഷി ടിവിയുടെ എല്ലാവിധ ആശംസകളും. നമ്മുടെ ഈ മേള ഞങ്ങളെ പ്രേക്ഷകർക്കായിട്ടൊന്ന് വെക്കപ്പെട്ടെ. അയ്യോ, ഇൻഡസിന്റെ കണ്ടില്ല, അവരെ പറഞ്ഞാൽ നമ്മൾ ഇൻഡസിന്റെ ഇത് ഞാൻ വെച്ചിട്ടുണ്ട്. അവര് ഓഫറൊക്കെയാണ് വെച്ചേക്കുന്നത്. പല സ്റ്റാളുകളും ഓപ്പൺ ആയില്ല കേട്ടോ. കേട്ടോ ഇത് ഓപ്പൺ ആവും. അതെ അതെ, ഞങ്ങൾ ഓപ്പൺ ആവുമ്പോൾ ഇങ്ങോട്ട് വരാം. ഇതിന്റെ അഭിപ്രായം നീ വായിക്കോ? വായിക്കുന്നവർ വേണം പുസ്തകം വിൽക്കാൻ. വായിക്കുന്നവർ പുസ്തകം വിൽക്കാൻ പറ്റില്ലല്ലോ. ഇതല്ലോ, ഇതെല്ലാം വിലക്കുറവാണ് കേട്ടോ. നമ്മള് സ്റ്റാളുകളിൽ പോകുന്ന പോലെയല്ല, ഇവിടെ വന്നു കഴിഞ്ഞാൽ വളരെ വിലക്കുറവാണ്. ഈ ഉത്സവത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇനിയുള്ള എല്ലാം കിട്ടും. അല്ല, ഇനിയുള്ള 16-ാം തീയതിയുള്ള ദിവസങ്ങളിൽ രാപ്പകലില്ലാതെ മേളയാണ് ഈ ഉത്സവത്തിന്റെ ഏറ്റവും വേറൊരു കാര്യം പറയട്ടെ, ഡിജിറ്റൽ പേയ്മെന്റ്സ് ആയിരിക്കും ഏറ്റവും കൂടുതൽ. ചെറിയ കടയിൽ പോലും ഡിജിറ്റൽ പേയ്മെന്റ്സ് ആയിരിക്കും കൂടുതലായിട്ടുണ്ടാകുന്നത്. QR കോഡ് ആയിരിക്കും ഏറ്റവും കൂടുതൽ ഉണ്ടാവുന്നത്. വള, കുപ്പിവള, മാല, ഇതൊന്നും മറ്റേ എവിടേക്ക് പോയാൽ ഈ മേള ഇത്രയും രീതി ആസ്വദിക്കാം. നല്ല ലൈറ്റിംഗ്, നല്ല ഭംഗിയുണ്ട്. നല്ല ഉത്സവത്തെ പറ്റി അത് ചെയ്തെടുക്കുന്നതാണ്.
കണ്ടോ വാച്ച് വേണമെങ്കിൽ ഏത് വേണമെങ്കിലും വാച്ച് കെട്ടാറില്ല. ആ ഈ സ്മാർട്ട് വാച്ചിനൊക്കെ എങ്ങനെ വരാം? അത് 150 രൂപ. 150 രൂപ ഒരു വാച്ച് കെട്ടാം എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയൊരു ഒരു ഇതെല്ലാം 150 രൂപയാണല്ലേ? സ്മാർട്ട് വാച്ച് ആണോ യഥാർത്ഥത്തിൽ? LED ഒന്ന് പറഞ്ഞേ, ഈ പ്രേക്ഷകർക്ക് വേണ്ടി ഇതിന്റെ ഒക്കെ വില ഒന്ന് പറഞ്ഞു. എല്ലാം 100, 150, 200. എല്ലാം അത്രേ ഉള്ളൂ. 100 ഏറ്റവും കൂടിയ. 300 കൂടിപ്പോ 300 രൂപ അധികമില്ല. കൂടിപ്പോയാൽ കണ്ണാടി ഉണ്ടല്ലേ? 50, 100. 50, 100 കണ്ണാടി വേണമെന്നുണ്ട്. പക്ഷെ എന്റെ കണ്ണാടിയും കൂടെ വെച്ചാൽ പിന്നെ എന്നെ ആൾക്കാർക്ക് കാണാൻ പറ്റില്ല. അതുകൊണ്ടാണ് അത് വ്യത്യാസമുണ്ട്. അത് വ്യത്യാസമുണ്ട് അല്ലേ? ഞങ്ങൾ സാക്ഷി TV ടീമാണ്. ഞങ്ങളുടെ ഉത്സവം ഞങ്ങളുടെ പ്രേക്ഷകരിലേക്ക് വേണ്ടി എത്തിക്കുന്നതിന്റെ ഭാഗമായിട്ട് അറിഞ്ഞതാണ്. പുള്ളി അവിടെ പുള്ളിക്ക് ഇഷ്ടമുള്ള എന്തൊക്കെയോ വാങ്ങിച്ചോണ്ടിരിക്കുക. അതെ പുള്ളിയുടെ കുറ്റത്തെ പുള്ളി കാണിച്ചോണ്ടിരിക്കുക. ഇതുണ്ടോ? ഇതാണ് അർജുൻ. ഇതേപോലെ ഒരു മേള കണ്ടിട്ടുണ്ടോ? ഇതേപോലെ ഒരു മേള കണ്ടിട്ടുണ്ടോ? ഇവിടെ വന്നിട്ടുള്ള കാണുന്നില്ലേ? അല്ല അച്ഛൻ കണ്ടിട്ടുണ്ടോ? ഇല്ല. അമ്മേ എങ്ങനെയുണ്ട്? സാധനമൊക്കെ മേടിച്ചോ? മേടിച്ചില്ല കട മേടിക്കാൻ പോകുന്നത്. എന്താ പറഞ്ഞ ഒരു വില എന്താ പറഞ്ഞു? ഇതാ ഇത് അവര് വില പറഞ്ഞത് പിന്നെ ഇതിന് എത്ര 30 രൂപ 40 രൂപ എത്രയും ഞാൻ ചോദിച്ചില്ല. എത്ര പറഞ്ഞേ? 40 രൂപ വില കുറവുണ്ടെന്നേ. നല്ല വില കുറവാണ്. നമ്മൾ ഈ സൈക്കിളിൽ കൊണ്ടുവരുന്നവന്മാർ എത്ര രൂപയ്ക്ക് തരുന്നത്? ഇല്ല കല്ലുമൊക്കെ വെച്ച് നമ്മള് മേടിക്കില്ലോ കട. കുഴപ്പമില്ല. അതെ മോനെ അമ്മയ്ക്ക് വേണ്ടി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ കൊടുക്ക. 30 രൂപ ഈ ചെറുതാണ് ഞാൻ എടുത്ത്. എനിക്ക് ചെറുത് മതി. അമ്മ പഴയ ആളല്ലേ പറയാ, ഒന്ന് സഹകരിക്കും. നെഗോഷിയേഷൻ ആണ് പുള്ളിക്കാരി. സാക്ഷി ടിവിയുടെ കുറച്ച് വാങ്ങിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കൊടുക്കണേ. പാവല്ല അമ്മ മേടിച്ചു കൊടുക്കുമെന്ന് അറിഞ്ഞൂടാ. ഇതോ അത് വെറുതെ ഇരിക്കുന്ന സമയത്ത് നമുക്ക് രസകരമാക്കാൻ പറ്റും ആ മിഷനുകൾ. ഏതെങ്കിലും ലൈവില് ഞാൻ നിങ്ങളുടെ തലയിൽ വെച്ച് തരുന്നത്. എന്താ പറയുന്നത്? ഏതെങ്കിലും ലൈവില് കോഴിക്കോട് അലുവയുണ്ട്. കോഴിക്കോട് അലുവയാണോ അത്? പഴയകാല മിഠായികൾ. പഴയകാല മിഠായികൾ. ഇത് എത്ര? കോംബോ എത്ര? ഇത് 100 രൂപ ഒരു പാക്കറ്റ് അല്ലേ? ഈ കോംബോ എല്ലാം ഉണ്ട്. എല്ലാ കളറും ഇങ്ങനെ എല്ലാവരും അതായിരിക്കും. ഭയങ്കര സെയിൽ. അതിലേക്ക് ഭയങ്കര സെയിലാണ്. കോഴിക്കോട് വരെ പോയി വാങ്ങിക്കാനൊന്നും എല്ലാവരും. പിന്നെ കോഴിക്കോട് പോയി ആരാ മേടിക്കുന്നത്? ഇത് കോഴിക്കോട് അലുവയുടെ അതേ സെയിം ബ്രാൻഡ്. പഴയകാല മിഠായി. പഴയകാല മിഠായി ഏതൊക്കെ ഉണ്ടല്ലോ? കമ്പൂട്ടായി എന്നാ കമ്പൂട്ടായി ഉണ്ടോ? എവിടെ കമ്പൂട്ടായി കണ്ടില്ല? കണ്ടു. ഇത് പണ്ട് കേട്ടോ ഞാൻ വളരെയധികം മേടിക്കുന്ന ഒരു മുട്ടായി ആയിരുന്നു. ഞാൻ മേടിക്കുന്ന സമയത്ത് ഇതിന് 10 പൈസയാണ് ഒരു മുട്ടായിക്ക്. അല്ല ചതുരമുള്ള 10 പൈസ കണ്ടിട്ടുണ്ടോ? അത് കണ്ടിട്ടുണ്ടോ? ചതുരമുള്ള 10 പൈസ ഉണ്ട്. ഇത് മേടിച്ചിട്ട് ഈ മുട്ടായി ഇങ്ങനെ കഴിക്കത്തില്ല. ഇതിങ്ങനെ വല്ലേറെ മുന്നേ കാലുമൊക്കെ നാട്ടി കണ്ടോ എന്ന രീതിയിൽ. അപ്പൊ പലപ്പോഴും എന്റെ അച്ഛൻ ഒക്കെ സംശയിച്ചിട്ടുണ്ട് ഇത് സിഗരറ്റ് ആണോ എന്ന്. ഇത് നമ്മുടെ ലൈവിൽ എങ്ങനെ പറയും ഇതിനെ? നമ്മള് കട്ടിമുട്ടായി. അതിന് വേറൊരു പേരാ പറയുന്നത്. ഇത് ഭയങ്കരമായിട്ട് കട്ടിയാണ്. ഇതല്ല ഇത് എന്താ ഈ മുട്ടായി? ഇത് റബ്ബർ മുട്ടായി എന്ന് പറയും. ഇത് നമുക്ക് ഇങ്ങനെ തട്ടി കളിക്കാം. ഇങ്ങനെ ഒരു മുട്ടായി എടുത്തിട്ട് നമ്മൾ കയ്യിൽ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ആട്ടി കഴിഞ്ഞാൽ തട്ടി കളിക്കാം. പുളിമുട്ടായിയൊക്കെ ഇപ്പോഴത്തെ മുട്ടായി, ഈ പഞ്ചസാര മുട്ടായിയൊക്കെ ഇപ്പോഴും നിലവിലുള്ളതാ. ഈ റബ്ബർ മുട്ടായി എന്ന് പറയുന്ന സാധനം മാർക്കറ്റിൽ പോയതാണ്. അതുപോലെ കമ്പ് മുട്ടായി എന്ന് പറയുന്ന സാധനമുണ്ട്. നോക്കട്ടെ അതിവിടെ എവിടെയും ഉണ്ടോ നോക്കട്ടെ. ഈ സാധനമൊക്കെ ഇപ്പോഴും നിലവിലുണ്ട്. ഇതൊക്കെ നിലവിലുണ്ട്. ഇതാണ് ഈ സാധനമാണ് കമ്പ് മുട്ടായി. ഇത് ഞങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് ഇത് മേടിക്കാൻ വേണ്ടിയിട്ട് സ്കൂളിൽ പകർത്തൂക്കിലേക്ക് സാറ് കയറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞ് കള്ളം പറഞ്ഞ് പൈസ വെച്ചിട്ടുണ്ട്. ഇത് പേപ്പർ കവറിങ് ഇപ്പോഴാണ് വന്നത്. ഇത് നേരത്തെ പേപ്പർ കവറിങ് ഇല്ല. ഇച്ചിരി കൂടെ നീളം കൂടുതലുണ്ട്. നീളമൊക്കെ കുറഞ്ഞ് ഇപ്പൊ കമ്പെന്ന് പറയാൻ പറ്റില്ല. ഒടിഞ്ഞ മുട്ടായി എന്ന് വേണമെങ്കിൽ പറയാം. കമ്പ് ഒടിഞ്ഞു പോയി. ഇതൊക്കെ ബുക്ക് സ്റ്റോളിൽ നമുക്ക് കറങ്ങി വരാം. ഇങ്ങനെ ഇറങ്ങാൻ പറ്റില്ല. നമ്മൾ ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇതാണ്. ഒരു വേയിൽ കൂടെ കയറിയാൽ ആ വേയിലൂടെ നമുക്ക് എല്ലാത്തിന്റെയും ഇത് തന്നെയാണ് കടയ്ക്കുന്ന ഏറ്റവും വലിയ പ്രത്യേകത. എന്നാ ഈ കോമ്പോ എങ്ങനെ വില? 150. എത്ര ഐറ്റം ഉണ്ട്?
$150 അല്ലേ? ഇത് 100 രൂപ. ഇത് 100. അത് അവിടെയും പറഞ്ഞു വില പറഞ്ഞു. ഞങ്ങൾ ആ മറ്റേ അത് കണ്ടില്ലായിരുന്നു അവിടെ, ആ കൊമ്പ കണ്ടില്ലായിരുന്നു. ഇതൊക്കെ അലുവയുടെ പേരുകളൊക്കെ ഒന്ന് പറയാമോ ഞങ്ങളുടെ പ്രേക്ഷകരെ വേണ്ടിയിട്ട്? അലുവ മാതളത്തിന്റെ ഉണ്ട്, പിന്നെ എന്താ ഈ മൈക്ക് അങ്ങോട്ട് വെച്ചു? ഇതാണോ മാതളത്തിന്റെ? അത് മാതളം, ഇത് മാതളത്തിന്റെ ഇത് ഹണി, തേനാണ് ഇത് മിക്സ് ആവുന്നത്. പിന്നെ സ്ട്രോബെറി ഉണ്ട്, ഇങ്ങനെ പല ഐറ്റം ഉണ്ട്. സ്ട്രോബെറി ഇതൊന്നും എങ്ങനെ ഈ ഇതൊക്കെ എങ്ങനെ കിലോ വില എങ്ങനെ? കിലോ 200, 300. സാധാരണ നോർമലി 200 രൂപ, പിന്നെ 300 രൂപ. വെറൈറ്റി ഐറ്റംസ് ഉണ്ട്. അതെ അതെ. ഞങ്ങൾ അപ്പുറത്തെ കമ്പൂട്ട ഇവിടെ സ്ട്രോബെറി ഇതാണ്. ഇത് സ്ട്രോബെറി അല്ലേ? സ്ട്രോബെറി ഹൽവ എന്നുള്ള സാധനം ഞാൻ കണ്ടിട്ടില്ല, ആദ്യമായിട്ട് കാണുന്നത്. അതാണ് കടയ്ക്കൽ തിരുവാതിര. നീ കാണാത്ത പലതും ഇനി കാണാൻ കിടക്കുന്നേ ഉള്ളൂ. ഇതല്ല കമ്പൂട്ടായി എന്ന് പറഞ്ഞാൽ ഇത്ര നീളമാണ് ഞാൻ അപ്പുറത്ത് കാണിച്ച സാധനം. അതൊക്കെ ഇപ്പോഴും വിപണിയിലുള്ളതല്ലേ, നിലവിലുള്ള സാധനങ്ങൾ, പഴയ കാലത്തെ സാധനങ്ങൾ. അതൊക്കെ തേമിട്ടായി, നാരങ്ങ മിഠായി. ഇതാണ് നമ്മുടെ എല്ലാ ജീവിതത്തിലെ ഒരു മാറ്റിമറിച്ച സാധനം, നാരങ്ങ മിഠായി. ഈ ഒരു നാരങ്ങ മിഠായി എന്ന് പറഞ്ഞാൽ ഞാൻ ഇത് മേടിക്കുന്ന കാലത്ത് ഇതിന് 1 പൈസയാണ്. 1 പൈസ ഒക്കെ കണ്ടിട്ടുണ്ടോ? 1 രൂപ കണ്ടിട്ടുണ്ട്. 1 രൂപയല്ല, 1 പൈസ കണ്ടിട്ടുണ്ടോ? ഞാൻ 25 പൈസ, 2 പൈസ കണ്ടിട്ടുണ്ടോ? 25 പൈസ തൊട്ട് ഞാൻ 3 പൈസ കണ്ടിട്ടുണ്ടോ? ജനറേഷനിൽ 25 പൈസ ഞാൻ കണ്ടിട്ടുണ്ട്. ഇത് ഓൾഡ് സ്റ്റോക്ക് ആണോ ഞാൻ രാവിലെ പറഞ്ഞു. അന്ന് ഞങ്ങൾ ഈ 1 പൈസ കൊണ്ടുപോയാൽ 1 പൈസയ്ക്ക് 9 എണ്ണം 10 എണ്ണം കിട്ടുന്ന ഒരു കാലം ഉണ്ടായിരുന്നു ഞങ്ങൾ എന്റെ കുട്ടിക്കാലത്ത്. അന്ന് ഞങ്ങളവിടെ ഒരു കമലം മോലാലി എന്ന് പറയുന്ന ഒരു മോലാലിയാണ് കച്ചവടം നടത്തിക്കൊണ്ടിരുന്നത്. ഞങ്ങൾ പിള്ളേരൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ആ പിള്ളേരെ പുള്ളി ലാഭം നോക്കിയിട്ടല്ല ഞങ്ങൾക്ക് തരുന്നത്, ഒരു സ്നേഹം പിള്ളേരോട് വലിയ. ഞങ്ങള് കുട്ടിക്കാലത്ത് ഒരുപാട് അത്യാവശ്യം മുതലാക്കിയിട്ടുണ്ട് എന്ന് പറയാം. ഇതൊക്കെ എന്ന് പറയുന്നത് ഇത് വെറൈറ്റി. ഇത് ചുക്ക് ഈ രീതി കണ്ടിട്ടുണ്ടോ? കുരുമുളക്, ഇത് കുരുമുളക്, ഗ്രാമം, ഇത് ജീരകം, ഗ്രാമ്പു, കരിപ്പൊട്ടി, പുളി, ഇത് പട്ടയാണ്. ഇതൊക്കെ നമ്മുടെ വീട്ടിൽ കണ്ടുകൊടുക്കുന്ന അവർ വാരിയിട്ട് ജീവിച്ചിരിക്കണം. വിറകാണെന്ന് കറുകപ്പട്ട. അതെ, ഇത് 3 കാ പറയും. ഇതിനൊരു സമൂലമായ ഒരു ചെന്നിക്ക, താന്നിക്ക, കടുക്ക, ചെന്നിക്ക, താന്നിക്ക, കടുക്ക, അങ്ങനെ അത് പണ്ടത്തെ ഒരു കൂട്ടായിരുന്നു. അത് അതാ ഈ ചെന്നിക്ക, താന്നിക്ക, കടുക്ക എന്ന് പറയുന്ന സംഭവമൊക്കെ ഉണ്ടോ? അങ്ങാടിക്കട ഇവിടില്ല. ഞങ്ങളുടെ പച്ച ഗ്രാമ്പ്, അത് മനസ്സിലായി. ഇത് മറ്റേ ചിന്നല്ല, ഓക്കെ. അടുത്തത് എല്ലാവരും ഉത്സവാശംസകളും. ഞങ്ങളൊരു സാക്ഷി TV എന്ന് പറയുന്ന ഒരു ടീമാണ്. ഞങ്ങളുടെ പ്രേക്ഷകർക്ക് വേണ്ടി കഥ പരിചയപ്പെടുത്താൻ ചോദിച്ചാണ്. എല്ലാവരും ആശംസകളും. ഈ സ്ഥലം ഓപ്പണായില്ലേ? ആയി. എന്തൊക്കെയാണ് ഇവിടുത്തെ ഉൽപ്പന്നങ്ങൾ? പറഞ്ഞത് ഹാൻഡ് വർക്ക് വർക്ക് ചെയ്യുന്നതാണ്. ലൈവായിട്ട് തച്ചു ചേച്ചി മൈക്ക് വെച്ചു. ചേച്ചി മൈക്ക് വെച്ചു. പറഞ്ഞോ, നിങ്ങൾക്ക് ഗുണകരമാകുന്ന ഒരു ചാനലാണ് ഞങ്ങൾ. പറഞ്ഞോ, ഇതെല്ലാം ഒന്ന് പരിചയപ്പെടുത്തി ഞങ്ങളുടെ പ്രേക്ഷകർക്ക് വേണ്ടി. ചേച്ചി എന്ത് ചെയ്യുന്നതെന്ന് മാത്രം പറഞ്ഞാൽ മതി. ഇവിടെ അതെ, നിങ്ങൾ ഓർഡർ തരുന്നവർക്ക് ഇവിടെ കാര്യങ്ങൾ അതനുസരിച്ച് ചെയ്തു യൂണിറ്റ് ഉള്ളതാണ്. അവിടെ നമുക്ക് വരുന്ന ഓർഡർ അനുസരിച്ച് മാരേജ് ഡിസൈനിങ് ഒക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഇവിടെ ജസ്റ്റ് നിങ്ങളുടെ പരിചയപ്പെടും. സ്റ്റാളിട്ടേക്കാണ്. ഇവിടാണ്, കടക്കിൽ തന്നെ ആണല്ലേ? കടക്കില് കടക്കിലാണോ നിങ്ങള്? ഞങ്ങള് ചടയമംഗലം. മലയാളം. അപ്പൊ എല്ലാവരും ഉത്സവാശം ആന്റിക്കും മോകൾക്കും ഓക്കെ. വീട്ടൊക്കെ ഇത് ഷോപ്പിന്റെ സ്ഥലമാണല്ലേ? ഇത് ഹൗസ് നമ്മുടെ വീടുകൾ നിർമ്മിക്കുന്നതല്ലേ? അല്ലേ? ഇതെല്ലാം ഞങ്ങളുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഇത് പരിചയപ്പെടുത്തിയേ.
നമ്മുടെ സോപ്പുകളുണ്ട്, വാഷിംഗ് പൗഡറുകളുണ്ട്, എല്ലാം ഹാൻഡ് മെയ്ഡ് സാധനങ്ങളായിട്ട്. ഇത് 6 100 രൂപയ്ക്ക് കൊടുക്കുന്നുണ്ട്. ഒരു പീസ് 20 രൂപ. ഇത് 6 50 രൂപയ്ക്ക് കൊടുക്കുന്നു. പാത്രങ്ങൾ ഓരോ ദിവസമായിട്ട് വിളിച്ചാൽ ലാഭത്തിൽ കിട്ടുന്നതിനനുസരിച്ച്. ഇത് PS-ന്റെ ടൈപ്പ് പെർഫ്യൂം നമ്മൾ ചെയ്തേക്കുന്നത്. ഇത് ചന്ദ്രികയുടെ ടൈപ്പ് പെർഫ്യൂം നമ്മൾ ചെയ്തേക്കുന്നത്. പാത്രം കഴിയുന്ന സോപ്പുകളാണെങ്കിൽ 6 50 രൂപ. കട 150 ഗ്രാമിന്റെ 2 ലോഷൻ 50 രൂപ. ഒരു പുൽത്തൈലുണ്ട്, ലൈമുണ്ട്, ജാസ്മിനുണ്ട്. 2 ടൈപ്പ് 3 ടൈപ്പ് പെർഫ്യൂമുകളുണ്ട്. 2 സോപ്പ് പൊടി, വാഷിംഗ് പൗഡർ 2.5 കിലോ 100 രൂപ. സോപ്പ് പൊടി അല്ലല്ല, പൗഡർ വേറെ. വാഷിംഗ് പൗഡർ അതുണ്ടാക്കാനുള്ള, അത് വാഷിംഗ് പൗഡറിന്റെ കിറ്റ്. ഇത് നമ്മള് വാഷിംഗ് പൗഡർ എല്ലാം നിർമ്മിച്ച് വെച്ചേക്കുന്നത്. 2.5 കിലോ 100 രൂപ. പാത്രം തേക്കുന്ന സോപ്പുള്ളൂ. സബീന പൊടി. ഇതാണ് അർജുൻ, ഗ്ലാസുകളുടെ ലോകം. ഇത് കുറഞ്ഞു പോയെന്നാ തോന്നുന്നു കഴിഞ്ഞ വർഷത്തെ. അത് നല്ല ഭംഗിയുണ്ട് കാണാൻ, നല്ല ഭംഗിയുണ്ട്. 26 രൂപ മോനെ. 60 ഒരെണ്ണം 60 അല്ലെങ്കിൽ മൊത്തത്തിൽ 60. ഈ ഗ്ലാസുകളോ 70. ഒരെണ്ണമാണ് 70, ഒരെണ്ണമാണ് ഒരു പീസ്. അതെ, ഞാൻ മൊത്തം കൂടെ 70 രൂപ. സെറ്റായിട്ട് കൊടുക്കുന്നുണ്ട്. ഇത് 5 ഗ്ലാസ്സാണ്, സാധാരണ ഇതല്ല. നമ്മുടെ കടയിൽ നിന്ന് മേടിച്ചാലേ ഉപയോഗിക്കുന്ന പോലുള്ള ടൈപ്പ് അല്ല. ഇതെല്ലാം പെർ പീസ്, ഒരു പീസിനല്ലേ ഇതിനെല്ലാം എല്ലാം ഒരു പീസിനല്ല, ഇതിനെല്ലാം സെറ്റ് ആയിട്ടുള്ള വില. അതെ, ഈ റോയൽ ചലഞ്ച് എന്തോ ചങ്ങരി മാജിക് മൂവ്മെന്റ് ഇതൊക്കെ സത്യത്തിൽ ഇവിടെ വിൽക്കാൻ അനുവാദമുണ്ടോ? വെറുതെ വെച്ചിട്ടാണോ? വെറുതെ ആണെ ഒന്നും ചെയ്താ ഞാനും വീട്ടിൽ കൊണ്ട് വെച്ചാൽ കാരണം വെറുതെ കട്ടൻചായയാണ്. ഈ ഉരുളരുത് സത്യം പറ, ഇതിന് ആരും അനുഭവം തന്നേന്ന്. നിങ്ങളെ ഞങ്ങൾ ദ്രോഹിക്കുന്നില്ല, ഞങ്ങൾ ആരെയും ദ്രോഹിക്കുന്ന ഒരു ടീമല്ല. ഞങ്ങൾ സഹിക്കും. മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം. തൊട്ടപ്പുറത്ത് താഴെ മാജിക് മൂവ്മെന്റ്, റോയല്, തങ്കമ്മ, കാര്യൊക്കെ. ഓക്കെ തങ്കമ്മ ഒന്നും അല്ല, ഞാൻ പിന്നെ വെറുതെ ബ്രാൻഡ് തെറ്റിച്ചാ. 40 രൂപയുള്ള സാധനങ്ങളെ ഗ്രൗണ്ടിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. ഇതൊന്നും 40 രൂപ നമ്മൾ കയറി എടുത്തുള്ള കേട്ടോ. ഇനി പൈസ ആവുന്നു, റെഡി ആവുന്നു. ഇത് നമ്മുടെ കുമാർ തന്നെ അത് അത്യാവശ്യം. അത്യാവശ്യം എനിക്കും അത്യാവശ്യം. അവിടെ തങ്കമ്മന്ന് വായിച്ചില്ല, അത്യാവശ്യം. അതൊക്കെ മനഃപൂർവ്വം ചെയ്തല്ലേ. നമ്മളെ പ്രേക്ഷകരിങ്ങനെ ഇരിക്കുമ്പോ അവർക്ക് എന്തെങ്കിലുമൊക്കെ തമാശ കൂടി നമ്മൾ കൊടുത്തില്ലെങ്കിൽ അതെടുത്തേ നമുക്ക് ഊരി കളിക്കാം. പേനയാണ്, പേനയാണ് കണ്ടാ. ഇതൊക്കെ തന്നെ, ഇത്തരം പേനകളൊക്കെ നിരോധിക്കണം. ഇതൊക്കെ കണ്ട കൊച്ചുകൾ അതൊക്കെ കച്ചവടം, മാർക്കറ്റിംഗ്. അതെ മോനെ ചുമ്മാ പറഞ്ഞ കേട്ടോ. എല്ലാവിധ ആശംസകളും, ഉത്സവാശംസകളും. പപ്പടം ഇതെന്നോ ഇതെന്നോ പപ്പടോ? പച്ചക്കറി ഒന്ന് മൈക്കെത്തി പറഞ്ഞു കൊടുത്തേ. പ്രേക്ഷകർ അറിയട്ടെ ഈ പപ്പടം എങ്ങനെയാണെന്ന്. എന്ന് പറയാൻ പച്ചക്കറിയും ചവ്വരിയും ചേർത്ത് ഉണ്ടാക്കുന്നതാണ്. ഇത് 12 പച്ചക്കറി. തക്കാളി ഉണ്ട്, ക്യാരറ്റ്, ബീട്രൂട്ട്, വെളുത്തുള്ളി, ചുവന്നമുളക്, വറ്റൽമുളക്, ജീരകം, കസ്തൂരിമത്തി, പുതിന, അങ്ങനെ തുടങ്ങിയ ഐറ്റംസ് എല്ലാം ചവ്വരി ചെയ്തെടുക്കുന്നതാണ്. നമ്മൾ ജസ്റ്റ് സ്നാക്സ് പോലെ കഴിക്കാൻ വേണ്ടി കഴിക്കുന്നത്. കുട്ടികൾക്ക് അതിന് ജസ്റ്റ് ഒന്ന് എണ്ണയിൽ 1 സെക്കൻഡ് ഇടുക, വറുത്തും എടുക്കാം. പാക്കറ്റ് വേണം 100 രൂപയ്ക്കാണ്. നമ്മൾ സർക്കിട്ട് 50 കിട്ടൂല്ലേ? എന്താണ് മാർഗിൻ ചെയ്യാൻ 50 കിട്ടൂലേ? 50 രൂപയല്ല, കുറച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് തരാം. ഓക്കെ, താങ്ക് യു. ഉത്സവാശംസകൾ ഒക്കെ നമ്മളിതൊക്കെ വാങ്ങിക്കാൻ കേട്ടോ. ഞങ്ങൾ ഇന്നിപ്പോ ഞങ്ങളുടെ ഷോയുടെ ഭാഗമായിട്ട് ബുദ്ധിയുള്ളവർക്ക് പറ്റുന്ന പരിപാടി ഓൺലൈൻ ചാനൽ മാധ്യമമാണ്. ഞങ്ങൾ അതിന്റെ ഭാഗമായിട്ട് ഒന്ന് പരിചയപ്പെടുത്തുകയാണ്. ഞങ്ങളെ പരിചയപ്പെടുത്തിയുള്ളവർക്ക് മാത്രം എന്തെങ്കിലും ഗുണം ഉണ്ടാകുക ആയിക്കോട്ടെ. വേണ്ടല്ല, അതാ വേണ്ടല്ല. ഇതിന്റെ പരിപാടി ഇത് ഇങ്ങനെ ഒരു സൈഡ് ആക്കുന്നവരെ വിജയിക്കുന്ന പറഞ്ഞു. ബുദ്ധിയുള്ളവർക്ക് പറ്റുന്ന പരിപാടിയാണ്. നീ തർക്കിക്കണ്ട, നീ തർക്കിച്ചങ്ങനെ ഒളിച്ചോള്. എന്റെ അഭിപ്രായത്തിൽ ഇത് പല കളറാക്കാൻ പറ്റുക. നീ ഇപ്പൊ നോക്കി ഈ സാധനം ഞാൻ അതെനിക്കും പറ്റും. ഇവിടെ ഈ കട്ടക്ക് പേര് പറയുന്നത് റൂബിക്സ് ക്യൂബ്.
ഇത് ഞാൻ മറന്നു കേട്ടോ. ഈ ക്രിക്കറ്റ് ബാറ്റിനെ ഞാൻ കണ്ടപ്പോ മടലെന്ന് പറഞ്ഞ സ്വഭാവം ഉണ്ട് എനിക്ക് പണ്ട്. അതുകൊണ്ടാ കുട്ടാമ്പുള്ളി. അല്ല, 5 മൂന്ന് എത്ര എണ്ണ? 5 മൂന്നല്ല 3 500. 3 500 രൂപ. 3 500 രൂപ. ഇതൊക്കെ നല്ല ലാഭമല്ലേ നമ്മള് അല്ലേ? 3 മുണ്ടൊക്കെ 500 രൂപയ്ക്ക് കിട്ടുക, പ്രത്യേകിച്ച് ഒരു ഉത്സവത്തിന് വേണ്ടി കിട്ടുക, ഒരു ആഘോഷത്തിന് എന്താ കഴിക്കുന്നേ? ലേസൊക്കെയാണോ കഴിക്കുന്നേ? മലയാളം അറിയോ? മലയാളം അറിയത്തില്ല. അപ്പൊ ഞങ്ങൾ ഈ മലയാളികൾ വന്ന് നിങ്ങളോട് ഒന്ന് വില ചോദിച്ചാൽ നിങ്ങൾ എന്താ വില പറയും? കൽക്കത്ത വന്നേക്കാണ്. അപ്പൊ കൽക്കത്തക്കാർക്കും കടക്കൽ തിരുവാതിര ആശംസ. മനസ്സിലായോ? ഹിന്ദി അറിയണോ നിനക്ക്? ഇംഗ്ലീഷ് 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 ചെറുതായിട്ട് അറിയത്തുള്ളൂ. അപ്പൊ രക്ഷയില്ല. ഹാപ്പി കടക്കൽ തിരുവാതിര. ഹാപ്പി കടക്കൽ തിരുവാതിര. ഇത് 20 ഐറ്റം കുക്കീസ് 2 കിലോഗ്രാം 330 രൂപ. ഹൽവ. ഹൽവ ഇതൊക്കെ നമ്മൾ പരിചയപ്പെടുത്തിയാണല്ലോ നമ്മളെ പ്രേക്ഷകർക്ക് വേണ്ടി. എല്ലായിടത്തും ഒരേ ഇവര് ഈ പറയുന്ന ടേസ്റ്റ് അനുഭവപ്പെടുന്നുണ്ടോ? തീർച്ചയായിട്ടും അവർക്കൊരു കർഷകൻ അവിടെ നിൽക്കുന്നതേ ഉള്ളൂ. ആനക്കൊപ്പൻ വേണ്ട, അത് മേടിച്ചോണ്ട് വീട്ടിൽ നടന്നത്. ഇതൊക്കെ സാമ്പാർ മുളക്. ഇത് ചേട്ടാ ഇതൊക്കെ ഒന്ന് പരിചയപ്പെടുത്തി ഞങ്ങളുടെ പ്രേക്ഷകർക്ക് വേണ്ടി. ചില തമാശകളൊക്കെ നമ്മൾ പറഞ്ഞു പോകും. ഡാലിയയുടെ കിഴങ്ങാണ്. ഡാലിയുടെ കിഴങ്ങ്. ഡാലിയ ഫ്ലവറിന്റെ ഫ്ലവറിന്റെ കിഴങ്ങ്. ഫ്ലവറാണ്. അതിനപ്പുറത്തിരിക്കുന്ന ഗ്ലാഡിയോലസ് ആണ്. ഇത് ഗ്ലാഡിയോലസ്. ഗ്ലാഡിയോലസ് എല്ലാം 20 രൂപ ഉള്ളു. തൃശ്ശൂർ മണ്ണൂത്തിന്നും. ഗ്ലാഡിയോലസ് എന്ന് പറയുന്നത് ഈ ചെടിയാണ്, അതിന്റെ കിഴങ്ങാണ് ഇത്. ഇത് ഡാലിയ. അപ്പുറത്തിരിക്കുന്ന മൊത്തം പച്ചക്കറി വിത്തുകളാണ്. ഇവിടെ ഫ്ലവറും. ഇതെല്ലാം ഫ്ലവർ. ഇവിടെ മൊത്തം പച്ചക്കറി വിത്തുകളാണ്. 20 രൂപ. ഒരു പാക്കറ്റ് 20 രൂപ. കഞ്ഞിക്കുഴി പയർ 80 രൂപ. 80. കഞ്ഞിക്കുഴി പയർ. അത് കഞ്ഞിക്കുഴി പയർ ആലപ്പുഴയിലുള്ള ഒരാൾ കണ്ടുപിടിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ പേര്, ആ സ്ഥലപ്പേരും കിട്ടുക ആ പയറിന്. കഞ്ഞിക്കുഴി പയർ. അപ്പുറത്ത് പോയിട്ട് തിരിക്കും. പോപ്കോൺ, മസാല പോപ്കോൺ നമ്മൾ കണ്ടേ. ചേട്ടാ അല്ല എന്നെ പറഞ്ഞു സൗണ്ട് അടിക്കുന്ന പോട്ട്. ഓക്കെ, ആശംസകൾ. സാക്ഷി TV ടീം. ഇതൊക്കെ നമ്മൾ നേരത്തെ അപ്പുറത്തെ സ്റ്റാളിൽ ഉണ്ടായിരുന്നതാണ്. ഇതൊക്കെ നമ്മുടെ പ്രൊഫഷണലെ 6 ഗ്ലാസ് നല്ല മണം. ഇതാണ് കുന്തിരിക്കാൻ പോയിക്കുന്ന മെഷീൻ അല്ലേ? ഇതായത് ഇവിടെ ഇരിക്കുന്ന സാധനങ്ങളെല്ലാം വെച്ചോ. എല്ലാം പറഞ്ഞു. ആയുർവേദ കൊതുകിരി ആയുർവേദ കൊതുകുതിരിയാണ്. ആയുർവേദ കൊതുകുതിരി. കുന്തിരിക്കം പുൽത്തൈലം ദശാംഗം എല്ലാം ചേരുന്നതാണ്. വില എത്രയായിരുന്നു? ഇത് 40 രൂപ ഒരു കവറിന്. 3 പാക്കറ്റ് എടുക്കുമ്പോൾ ഇത് 100 രൂപ. 3 പാക്കറ്റ് ആവും 100 രൂപ. ഇത് പുകയ്ക്കുന്നത്. ഇത് ഈ പുക ഇടുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് കത്തിച്ച് വെച്ചാൽ ഇതിനകത്തുനിന്ന് ഇങ്ങനെ പുക വരും. ഈ സാമ്പ്രാണിത്തിരി ഇങ്ങനെ കത്തിച്ച് വെക്കുന്നു. ഇത് എത്ര വില? എത്ര വരും? 100 രൂപ. 100 രൂപ. ഇതാണ് പണ്ട് നമ്മുടെ വീട്ടിലേക്ക് എണ്ണ റാന്തൽ. ഇത് എണ്ണ. ഇത് വലുതായാലും റാന്തൽ പല മോഡലുണ്ട്. റാന്തൽ അല്ല, മുന്നുള്ളതിനാണെങ്കിൽ മണ്ണെണ്ണ വേണം. ഇതിനിപ്പോ വെളിച്ചെണ്ണ നല്ല മണ്ണെണ്ണ ഒഴിച്ചിട്ട് പമ്പ് ചെയ്യുന്ന റാന്തൽ ഉണ്ടാക്കി പണ്ട്. അതുണ്ടോ ഇവിടെ? ഉണ്ടോ? ഇതില്ല. ഇത് അതല്ല. ഇങ്ങനെ വെറുതെ ഇങ്ങനെ ഇതിപ്പം മണ്ണിലുള്ള സാമ്പ്രാണിയൊക്കെ കത്തിച്ച് വെക്കുന്നു.
സാമ്പ്രാണിത്തിരി. ഇതെങ്ങനെ വില? ഇത് 100, 125, ചെറുത് 100, ഇത് 125. ഇത് മറ്റേ പുകച്ച് ഇങ്ങനെ എത്ര വില? എത്ര? 100 രൂപ. 100 രൂപ. ചെറിയ ചട്ടിയാണ്. ഇത് എത്ര വരും? അത് 15 50 രൂപ. 15 50 രൂപ. കുന്തിരിക്ക അല്ലേ? കുന്തിരിക്ക. ഇത് 140, 3 പാക്കറ്റ് 100 രൂപ. ഇതാകുമ്പോ പല്ലി, പാറ്റ, ഉറുമ്പ് ഇതൊന്നും വരാതിരിക്കുക. നാച്ചുറൽ ആണല്ലേ? എത്ര വില? ഇത് 100 രൂപയാണ്. 100 രൂപ. ഇൻസെക്ട്സിനൊക്കെ കളയുന്നത് ഇതാകുമ്പോ പുൽത്തേല. എത്ര വില? ഇത് 80 രൂപ. 80 രൂപ. ഇത് ഒറിജിനൽ സാധനമാണ്, വയനാടിന്റെ ആണ്. ഇത് കാട്ടുപുൽത്തേൽ. ഇത് കറയൊക്കെ പോകും. ഇത് വാഴക്കറയൊക്കെ പോകും. വാഴക്കറ, മഷിക്കറയൊക്കെ. ഒരുപാട് കേട്ടിട്ടുണ്ട്. ഇത് മുഖം നിറം വെക്കാനായിട്ടുള്ള മുൾട്ടാണി. മുൾട്ടാണി മിട്ട് തേച്ച വെളുക്കും. സിനിമയിലെ കണ്ടിട്ടില്ല ആൾക്കാർ മുഖത്ത് വെളുവെളായിട്ടുണ്ട്. ഉള്ളതാ. ഇതാണ് സൂപ്പർ സ്റ്റാർ ഇപ്പോഴത്തെ റോസ്മേരി. എല്ലാവരും റോസ്മേരിയുടെ പുറകെയാണ്. എല്ലാ ഐറ്റവും ഉണ്ട്. ഷുഗർ നിവാരണിയാ. ഇത് 20 പച്ചമരുന്ന് ചേരുന്നതാണ്. ഷുഗർ രോഗികൾ കഴിക്കും. ഇത് വെറുതെ ജീരകം ഇട്ട് വെള്ളം തിളപ്പിക്കുന്നത് പോലെ വെള്ളം തിളപ്പിച്ചു. ഇത് റോസ്മേരി തന്നെ. റോസ്മേരി എത്ര വില വരുന്നത്? 40 രൂപ. 40 രൂപ. വിലയെല്ലാം. ഇത് നെല്ലിക്ക കാന്താരിയാണ്. സിറപ്പ്. ഇത് നമുക്ക് വെള്ളം ചേർത്ത് കുടിക്കാം. ഇതാ ഇങ്ങനെ എരിയൊന്നുമില്ല. എരിയുണ്ടാവും. കാന്താരിയുടെയും നെല്ലിക്കയുടെയും ചെറിയൊരു. അത് നന്നാറിയുടെ സർബത്ത്. ശരി ചേച്ചി, നല്ലൊരു കച്ചവടം നടക്കട്ടെ. മുന്നോട്ട് 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 മുന്നോട്ട്. സ്റ്റാള് സെറ്റ് ചെയ്തു. ഇത് അതാ നേരത്തെ നമ്മൾ കാണിച്ച സാധനങ്ങൾ തന്നെയാണ്. വരാം. ഈ സ്ഥലത്തൊക്കെ ഭയങ്കര ലൈറ്റിംഗ് ആണ്. കാര്യമായിട്ട് പറയാം, ഈ സ്ഥലത്തൊക്കെ ഭയങ്കര ലൈറ്റിംഗ്, നല്ല രസമുള്ള ലൈറ്റിംഗ്. അതെ ഈ സ്റ്റാള് നിർമ്മിക്കുന്നുണ്ടോ? നമ്മളിവിടെ നിൽക്കുന്നതൊക്കെയല്ല. ഇദ്ദേഹമാണ് എന്റെ റോൾ മോഡൽ. സ്പൈഡർ. ഇദ്ദേഹവും ഞാനിവിടെ ഭയങ്കര സൗഹൃദമായിരുന്നു. എന്ന് പണ്ട് ഭയങ്കര കൂട്ടായിരുന്നു. ഈ അടുത്ത കാലത്താണ് ഞങ്ങൾ തെറ്റിയത്. അതിനുശേഷം പുള്ളി ഞാൻ വീലിൽ കയറിയത്. അന്നേരം വീലില്ലായിരുന്നു. ഇതൊക്കെ എങ്ങനെ വരെ? ഇതൊക്കെ എങ്ങനെ വരെ? ഇത് വരുമ്പോഴത്തേക്ക് 150 വരും. ഇത് 100, 20 രൂപ വരും. 100 രൂപ. ഇതൊക്കെ 100 രൂപ വരും. ഇങ്ങനെ ശേലൊക്കെ തുടങ്ങി. ഇത് രാവിലെ കൂടുതൽ ആളായി തുടങ്ങിയല്ലേ? ഇനിയിപ്പോ ഇന്നോ വൈകിട്ട് വന്നിട്ട് ഭയങ്കര തിരക്കായിരിക്കും. ഇതിനകത്തൊന്നും കയറാൻ പറ്റില്ല. ഇതുപോലെ കയറാൻ പറ്റത്തില്ല. നല്ല രസമുണ്ട്. ഭയങ്കര തിരക്കായിരിക്കും. നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർക്കൊക്കെ എന്തെങ്കിലും വാങ്ങിക്കൊടുക്കണമെങ്കിൽ ഇവിടെ ഒന്ന് വാങ്ങിക്കൊടുത്താൽ മതി. അർജുൻ അത് മേടിച്ചു വെച്ചാൽ നിനക്ക് ഇഷ്ടപ്പെടുമ്പോ ആർക്കെങ്കിലും കൊടുക്കാം. എനിക്കറിയാം, ഇത് കണ്ടിട്ട് ആരെങ്കിലും വന്നാലേ ഉണ്ട്. പക്ഷെ നമ്മുടെ കുമാറിന്റെ കയ്യിൽ നമ്മുടെ ക്യാമറ ആയി ഇതിലെ ചാടി വീണാൻ ഇതല്ലേ. അതാ അതിന്റെ വേറെ കാര്യം. എനിക്കാ ഇതെന്റെ നൊസ്റ്റാൾജി അല്ല, കുഴപ്പമില്ല. ഐ എം നോട്ട് എ ഫാൻ ഓഫ് കാർസ്. മോനെ ഇത് ചാർജ് ചെയ്യണോ മോനെ? ചാർജ് ചെയ്യാൻ പറ്റുന്നതാണ്. അതായത് ബാറ്ററി മാറേണ്ട ആവശ്യമില്ല. കുട്ടിയിട്ട് നമുക്ക് ചാർജ് ചെയ്ത് യൂസ് ചെയ്യാം. ഒരാൾക്ക് ഉപയോഗിക്കണ്ട. എത്ര മണിക്കൂർ ചാർജ് ചെയ്യാൻ എത്ര മണിക്കൂർ ഉപയോഗിക്കാം നമുക്ക്? അത്യാവശ്യം 3-4 മണിക്കൂർ യൂസ് ചെയ്യാൻ പറ്റും. ആവശ്യമുള്ള സാധനം ലൈവ് പോകുമ്പോ ആവശ്യമുള്ള സാധനം. യാത്രക്കൊക്കെ പോകുമ്പോഴത്തേക്ക് 100 രൂപ. 100 അല്ലേ, 250. ഞങ്ങളത് ബാർഗൻ ചെയ്ത് ചിലപ്പറ്റി കുറയും. അത് നമ്മൾ അനുസരിച്ച് മിതമായ റേറ്റിൽ നമ്മൾ കൊടുക്കും. അങ്ങനെ ഞങ്ങള് പ്രേക്ഷകർക്ക് വേണ്ടി ഇത് എത്തിക്കുന്നതിന്റെ കാരണം എന്ന് പറഞ്ഞാലേ നമ്മള് പലപ്പോഴും നമ്മള് യാത്ര ചെയ്യുന്നവരാണ്.
ഇല്ലെങ്കിൽ നമ്മൾ മറ്റൊരു ഉത്സവ സ്ഥലത്ത് നമ്മൾ ബന്ധുക്കളുടെ വീട്ടിൽ പോലെ ഇവിടെയൊക്കെ പോകുമ്പോൾ നമ്മൾ ഇതുപോലുള്ള ഐറ്റങ്ങൾ കാണും. അപ്പം നമ്മുടെ കയ്യിൽ പെട്ടെന്ന് അത് വാങ്ങിക്കാൻ കഴിയത്തില്ല. ഒന്ന് ഡിസ്ചാർജിനുള്ള കാശേ ഉള്ളായിരിക്കത്തുള്ളൂ, അല്ലെങ്കിൽ പെട്രോളിന്റെ പൈസ ഉള്ളാകത്തുള്ളൂ, അല്ലെങ്കിൽ നമ്മൾ അവിടെ ചെല്ലുന്നവരെ കാണാൻ വേണ്ടി അവർക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റുന്ന പൈസ കാണത്തുള്ളൂ. പക്ഷേ ഈ കടയ്ക്കൽ വന്നു കഴിഞ്ഞ് തിരുവാതിരയ്ക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ ആഗ്രഹിച്ച സാധനങ്ങളെല്ലാം നമ്മൾ പൈസ ഉണ്ടെങ്കിൽ മേടിക്കണം. അതെ അതെ, എല്ലാ സാധനങ്ങളും വന്ന് ഇവിടെ വരും. ഇപ്പൊ സ്റ്റാളും ഇങ്ങോട്ട് സ്റ്റാർട്ടായാലേ ഉള്ളൂ, തുടങ്ങിയതേ ഉള്ളൂ. നാളെ കൂടെയൊക്കെ ആകുമ്പോഴത്തേക്ക് പിന്നെ കഴിഞ്ഞ ഇവിടെ കൊറോണയ്ക്ക് ശേഷമല്ലേ? അതെ അതെ, ഇവിടെ കോവിഡിന് ശേഷം ഫസ്റ്റ് തിരുവാതിര തുടങ്ങിയല്ലോ, സ്റ്റാളും ഒക്കെ വരിക. ഞാൻ 4 ദിവസം ഇവിടെ വന്നിട്ട് കയറാൻ പറ്റാതെ തിരിച്ചു പോയില്ല. 5ാമത്തെ ദിവസമാണ് ഇതിനകത്ത് കയറിയതും അതിനകത്ത് ഒന്ന് കാണാൻ പറ്റിയത്. അത് തന്നെ ഭയങ്കര അനുഭവമാണ്. തീർച്ചയായിട്ടും ഉത്സവാശംസകൾ. ഓക്കെ, ഞങ്ങളുടെ വാദ്യവും സാക്ഷി TV ചടയമംഗലത്താണ് ഞങ്ങളുടെ ആസ്ഥാനം. ഞങ്ങള് 9 പേരോളം ഞങ്ങളുടെ ടീം വർക്ക് ചെയ്യുന്നത്. എല്ലാവിധ ആശംസകളും. എന്തെങ്കിലും പരസ്യമോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഞങ്ങളെ അറിയിക്കുക, കൃത്യമായിട്ട്. ഞാനത് ലൈവ് പോയിക്കൊണ്ടിരിക്കാം. ലൈവ് പോയിക്കൊണ്ടിരിക്കാം. ഓക്കെ, അപ്പൊ ഞങ്ങള് പ്രേക്ഷകർ കാണുമ്പോഴേ അവർക്ക് ഇവിടെ വന്ന് നിങ്ങളുടെ കയ്യിലുള്ള സാധനം, അവർ ആഗ്രഹിച്ച സാധനം എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ട് ഈ സാധനങ്ങളൊക്കെ കാണുന്നത്. ഉണ്ട്, ബിനുണ്ട്. ഞങ്ങളുടെ ഓക്കെ. അപ്പൊ ശരി, എല്ലാവരും വിശ്വാസം. ഓക്കെ, നിനക്ക് കാര്യം ഇരുന്ന് കളിക്കാനുള്ളതല്ല, പരിപാടിയുണ്ട്. എന്തായാലും ക്ഷീണിച്ചെന്നേ. എനിക്ക് ഇതൊന്ന് വേണമായിരുന്നു. അയ്യോ, ഇതിന്റെ ആ ഒരു വൈബ്രേഷനാണ് പേടി. കാന്തത്തിന്റെ വൈബ്രേഷൻ. എന്നാ ഏതെങ്കിലും കാരണവശാൽ കറണ്ട് നേരിട്ട് വന്നു കഴിഞ്ഞാൽ അവസ്ഥ ആലോചിച്ച് ഈ തുള്ളതല്ല തുള്ളുന്ന പിന്നെ ഇതെങ്ങനെ അക്യുപ്രഷർ എന്ന് പറയുന്ന സംവിധാനമാണ്. ഇത് അക്യുപ്രഷർ എന്ന് പറയുന്ന സംവിധാനമാണ്. അപ്പൊ നമ്മുടെ ശരീരത്തിലെ എല്ലാ വേഗങ്ങളും നെർവെന്റ് വരുന്നതാണ് കാൽപാദം എന്ന് പറയുന്നത്. അപ്പൊ ഉപ്പിറ്റി വേന, കാൽവരിപ്പൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഇത് ഉപയോഗിച്ച് കാലിന്റെ ഭാഗത്ത് 2 മിനിറ്റ് ചെയ്ത് കൊടുത്താൽ അത് ഉപ്പിറ്റി വേന മാറും. അതുപോലെ ഷുഗർ ഉള്ളവർക്ക് ഷുഗറിനെ കുറയ്ക്കുകയും ചെയ്യും. നെർവ് സംബന്ധമായിട്ടൊക്കെയുള്ള വിഷയങ്ങളല്ല. ഇത് നമുക്ക് അല്ലാതെ മെഡിക്കൽ ഷോപ്പിൽ വില വരുന്നത് 4990 ഇവിടെ ആകുമ്പോൾ നമുക്ക് 1500 രൂപ ഡിസ്കൗണ്ട് ഉണ്ട്. ഇന്ത്യൻ പ്രോഡക്റ്റ് ആണ്, ഡോക്ടർ കെയറിന്റെ 3500. 7 അറ്റാച്ച്മെന്റ് ഉണ്ട്. ഇതെല്ലാം ഓരോന്നിനും ഓരോ ഉപയോഗങ്ങളാണ്. അപ്പൊ മുട്ടുവേദനയാണെങ്കിൽ നമ്മൾ ഉപയോഗിച്ചിട്ട് ചെയ്യും. ഇതിവിടെ വന്നിപ്പോ നമുക്ക് ജസ്റ്റ് കാലുവേദന ഉണ്ട്. നമുക്ക് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് തൃപ്തികരമാണെങ്കിൽ ഒന്നുമില്ല, അങ്ങനെയൊന്നുമില്ല. നമ്മൾ ചെയ്ത് നോക്കി നിങ്ങൾക്ക് തൃപ്തികരമാണെങ്കിൽ മാത്രം വാങ്ങിയാൽ മതി. കുഴപ്പമില്ല, നല്ല രസമുണ്ട്. കാലുവേദനയ്ക്ക് കൊള്ളാം. അപ്പൊ മേടിച്ചൂടെ അവരെ ഇന്ന്? മേടിക്കാം. അവരെ ഇത്രയും നമുക്ക് സൗജന്യമായി നമ്മളുടെ പ്രശ്നത്തെ പരിഹരിക്കാൻ അവർ ശ്രമിക്കുമ്പോൾ അവരൊരു മിഷനറി നമ്മൾ മേടിക്കണം. അദ്ദേഹം പറഞ്ഞത് 1500 ഡിസ്കൗണ്ട് ഉണ്ടെന്നാണ്. അത് ഇപ്പോഴത്തെ ഉത്സവ ഓഫറായിരിക്കും. നമ്മളൊന്നുകൂടെ ബാർഗിൻ ചെയ്ത് നോക്കും, ചിലപ്പോൾ വില കുറയും. ഞങ്ങള് ബാർഗിൻ ചെയ്ത വില കുറയോ? അങ്ങനെയല്ല, ഇത് ഫിക്സഡ് റേറ്റ് ആണ്. ഞാൻ പലർക്കും ഇപ്പൊ ചോദിച്ചു വരുന്നൊരു ചോദ്യമാണ്, ബാർഗിൻ ചെയ്താൽ വില കുറയും. അല്ല, അങ്ങനെ ബാർഗൈനിങ് അല്ലല്ല, ഒരു കസ്റ്റമറുടെ അവകാശമാണ് ബാർഗിൻ. അത് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലാകുമ്പോൾ അങ്ങനെ ചോദിക്കും. പിന്നെ അത് സാഹചര്യം അനുസരിച്ച് നമ്മളത് ചെറിയ നമ്മളെ ഒക്കുന്ന സഹായങ്ങൾ ചെയ്തു കൊടുക്കും. ഇതൊക്കെ ചെയ്തു കൊടുക്കുന്നത് നല്ല കാര്യമാണ്. എല്ലാവിധ ആശംസകളും. ഉത്സവത്തിന്റെയും ഞങ്ങളെ സാക്ഷി ടീം എന്ന് പറയുന്ന ഞങ്ങളുടെ ഒരു ഞങ്ങള് ഇന്ന് ഉത്സവമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങളുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള ഈ സ്റ്റാളുകളെ ഒന്ന് പരിചയപ്പെടുത്തുന്ന ഭാഗമായിട്ടാണ്. എല്ലാവിധ സഹകരിച്ചതിന് എല്ലാവിധ നന്ദി, നമസ്കാരം. ഇതൊക്കെ നമ്മൾ കാണിച്ചു തന്നെ അപ്പുറത്തെ സ്റ്റാളിൽ ഉണ്ടായിരുന്നു. നാച്ചുറൽ പ്രൊഡക്റ്റ് മാത്രമാണ് നമ്മുടെ ഉള്ളത്.